ഓക്കെ, വെൽക്കം ബാക്ക്. നമ്മൾ ഇവിടെ നമ്മുടെ നാച്ചുറൽ ലോഗ് എന്താണ് എന്നുള്ളൊരു ഐഡിയ പറയാൻ പോവാം. അതുപോലെ ഈയുടെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷനും. കാരണം നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനിൽ ഈ ഉണ്ട്, നാച്ചുറൽ ലോഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ ഉള്ളു. എൻ്റെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ പറയാൻ പോവാം. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറി ഓഫ് കാൽക്കുലസിന് എന്താ പഠിച്ചേ? g of x equal to integral of f of t dt. ഓക്കെ, ഫ്രം a to x. അതായത് g of x എന്ന് പറഞ്ഞാൽ ഒരു അക്യുമുലേറ്റർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, എന്തിന്റെ? ഏരിയ അണ്ടർ ദ കർവിന്റെ. അതായത് ബേസിക്കലി g of x എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദ കർവാണ്. ഓക്കെ, എന്ത് കർവിന്റെ? f of t എന്ന് പറഞ്ഞ കർവിന്റെ. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ചിലർക്ക് ഒരു സംശയം തോന്നാം. സംശയം ഇപ്പോഴേ ക്ലാരിഫൈ ചെയ്തിട്ട് പോവാം. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംശയമൊന്നുമില്ല, സിമ്പിൾ സംശയമാണ്. പക്ഷെ കുറച്ച് പേർക്ക് തോന്നാവുന്ന സംശയം. എൻ്റെ അതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ സംശയം തോന്നിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം. ഞാൻ അറിയാത്തവർക്കായിട്ട് മാത്രം പറയുന്നതേ ഉള്ളൂ. അതായത് ഈ g of x എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? ഏരിയ അണ്ടർ ദ കർവ് തരുന്നതെന്ന് പറഞ്ഞില്ലേ? എവിടം വരെ? എക്സ് വരേക്കും. അതായത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആരാ? എ, എൻഡിങ് പോയിന്റ് ആരാ? എക്സ്. അപ്പൊ g of x നമുക്ക് ആക്ച്വലി തരുന്നത് എന്താ? എക്സ് വരെ എന്റെ കർവിന്റെ അണ്ടറിൽ എന്തുമാത്രം ഏരിയ ഉണ്ടെന്നല്ലേ തരുന്നത്. ഓക്കെ, ഇവിടാണ് സംശയം. അതായത് g of x എന്ന് പറഞ്ഞ ഏരിയ ആണെങ്കിൽ, ഏരിയ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലേ? ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് അങ്ങനെ ഒരു ഫംഗ്ഷൻ ആക്കി എഴുതി വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? അതാണ് ഒരു സംശയം തോന്നുന്നത്. അത് ക്ലിയർ കട്ടായിട്ട് g of x എന്താന്ന് മനസ്സിലാക്കിയ സംശയം തീരുന്നേ ഉള്ളൂ. അതായത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. g of x എന്ന് പറയുന്നത് ഒരു അക്യുമുലേറ്റർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അത് വിഷ്വലി തന്നെ കാണിച്ചു തരാം. അതായത് ഇതാ എന്റെ പ്ലോട്ട് എന്ന് വെച്ചോ. ഓക്കെ, ഈ കാണുന്നതാണ് എന്റെ കർവ്. എന്ത്? എഫ് ഓഫ് ടി. മനസ്സിലായല്ലോ? g of x ഇതാണ് എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എയും എന്റെ എൻഡിങ് പോയിന്റ് എക്സും. g of x എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഏരിയ. ഓക്കെ, മനസ്സിലായോ? അതായത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് എൻഡിങ് പോയിന്റ് വരെയുള്ള ഏരിയ. ഞാനിപ്പം എന്റെ എൻഡിങ് പോയിന്റ് മാറ്റിയെന്ന് വെച്ചോ, കുറച്ചുകൂടെ ദൂരം. കണ്ടോ? ഇനി എന്റെ g of x എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഏരിയ. കുറച്ചുകൂടെ ആക്യുറേറ്റ് ആക്കാൻ ട്രയാങ്കിൾ കൂട്ടാം. ഓക്കെ, ഇനി എന്റെ g of x എന്താണെന്ന് വെച്ചാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഏരിയ. അതായത് സപ്പോസ് g of x ആക്ച്വലി തരുന്ന മീനിങ് എന്താ ഞാൻ പറയാം. ഞാൻ എന്താ ഇവിടെ നിൽക്കുക. ഓക്കെ, ഈ x എന്ന് പറഞ്ഞ പോയിന്റ് 5 ആണെന്ന് വെച്ചോ. ഒരാൾ എന്നോട് ചോദിക്കുക, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് a 0 ആണെന്ന് വെച്ചോ. ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിന്റ് a 0യും എക്സ് എന്ന് പറഞ്ഞ എൻഡിങ് പോയിന്റ് 5 ആണെന്ന് വെച്ചോ. ഒരാൾ എന്നോട് ചോദിക്കുക 5 വരേക്കുള്ള ഏരിയ എത്ര എന്ന് ചോദിച്ചാൽ എനിക്കിത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ എക്സിന്റെ സ്ഥാനത്ത് 5 ഇട്ട് കൊടുത്താൽ g of 5. മനസ്സിലായി? അതാണ് അതിന്റെ ആക്ച്വൽ ജോമെട്രിക് ഇന്റർപ്രിട്ടേഷൻ. അതായത് ഇനിഷ്യൽ പോയിന്റ് തൊട്ട് ആ എക്സ് വരേക്കുള്ള ഏരിയ. മനസ്സിലായ? അതായത് ഇനിഷ്യൽ പോയിന്റ് തൊട്ട് എക്സ് വരേക്ക് അക്യുമുലേറ്റ് ചെയ്ത് വന്ന ഏരിയ. മനസ്സിലായ? അപ്പൊ എന്നോട് 5 വരേക്ക്, ഇനിഷ്യൽ പോയിന്റ് തൊട്ട് 5 വരേക്കുള്ള ഏരിയ എന്താന്ന് ചോദിച്ചാൽ സിമ്പിളാ. g of 5 ഇട്ടും കൊടുത്താൽ മതി, കിട്ടും. അല്ല എന്നോട് ഇപ്പൊ ചോദിക്കുക ഈ എക്സ് 5 ന്ന് മാറി 10 ആയെന്ന് വെച്ചോ. ഓക്കെ, ഇവിടെ 5 10 ലേബൽ ഒന്നും ഇല്ല, ഞാൻ നിങ്ങളോട് മൈൻഡിൽ ആലോചിക്കാൻ പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് 10 നിൽക്കുന്നതെന്ന് വെച്ചോ. അപ്പൊ എന്നോട് ഒരാൾ ചോദിക്കുക 10 വരേക്കുള്ള ഏരിയ എത്ര? സിമ്പിളാ, g of 10 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ എന്നോട് ചോദിക്കുക 5 തൊട്ട് 10 വരേക്കുള്ള ഏരിയ എന്താന്നാ, അത് കണ്ടുപിടിച്ചാൽ എളുപ്പം. g of 10 മൈനസ് g of 5. ഓക്കെ, അതായത് g of x എന്താന്ന് ചോദിച്ചാൽ ആ പോയിന്റ് വരേക്കുള്ള ഏരിയ എന്താ നമുക്ക് തരും. മനസ്സിലായോ? ഒരിക്കലും മറക്കല്, അക്യുമുലേറ്റർ ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? g of x ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് f of t dt a to x എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ബേസിക്കലി എന്താണെന്ന് ചോദിച്ചാൽ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞ കർവിന്റെ അണ്ടറിലെ ഏരിയ ഫ്രം എവിടെ തൊട്ട് a to x വരെ. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ g of x ന് വരെ നമ്മളിവിടെ വേറൊരു അക്യുമുലേറ്റർ ഫംഗ്ഷൻ എടുക്കാൻ പോകും. ആര്? l of x. l of x ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1/t dt. ഓക്കെ, ഫ്രം 1 to x. മറ്റേ g of x ന്ന് l of x ന് ഇവിടെ കാര്യമായിട്ട് വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാം? ഇവിടുത്തെ ഇനിഷ്യൽ പോയിന്റ് എയും എൻഡിങ് പോയിന്റ് എക്സും ആ. ഇവിടുത്തെ നമ്മുടെ ഇനിഷ്യൽ പോയിന്റ് 1 ആ. എന്തുകൊണ്ട് 1 വെച്ചെന്ന് ഞാൻ പറയാം. ഓക്കെ, അതുപോലെ നമ്മുടെ എഫ് ഓഫ് ടി എന്ന് പറയുന്ന നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷൻ ഇവിടെ 1/t ആ. മനസ്സിലായി? ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു പ്ലേസ് ഹോൾഡർ പോലെ ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ, എഫ് ഓഫ് ടി ഒരു ഫംഗ്ഷൻ, ഇവിടെ ആക്ച്വൽ ഫംഗ്ഷനാ 1/t ആ. ഓക്കെ, അതായത് l of x ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1/t dt ഫ്രം 1 to x. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ 1 ഇട്ടേന്ന് പറയാം. ഞാൻ ഇവിടെ 0 ഇട്ട് കൊടുത്തെന്ന് വെച്ചോ. അപ്പൊ എന്താ 1/0യോ? 1/0 ഡിഫൈൻഡ് ആണോ? അല്ല, പൊളിയും. മനസ്സിലായോ?
അപ്പൊ നമുക്ക് 0 കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതായത് ബേസിക്കലി നിങ്ങൾ ഈ 1/t എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഗ്രാഫ് കണ്ടാൽ നിങ്ങൾക്ക് ആക്ച്വൽ ഇഷ്യൂ മനസ്സിലാവും. ഇതാണ് y ഈക്വൽ ടു 1/t യുടെ ഗ്രാഫ്. ഓക്കെ, ടിക്ക് -5 ആവാം, ടിക്ക് -4 ആവാം, ടിക്ക് -3 ആവാം, ടിക്ക് -2 ആവാം, -1 ആവാം. പക്ഷെ ടിക്ക് ഒരിക്കലും 0 തൊടാൻ പറ്റത്തില്ല. കാരണം ടി എങ്ങാണ് ഈ 0 തൊട്ടുപോയാൽ y ഈക്വൽ ടു 1/0, അതോടെ കളി കഴിയും. കാരണം അൺഡിഫൈൻഡ് ആയി പോകും. 1/0 ഡിഫൈൻഡ് അല്ലല്ലോ. ഓക്കെ, ഇനി അതാ കണ്ടില്ലാണ്ട ഇവിടുന്ന് എല്ലാം വരാൻ പറ്റും. ഈ ഫംഗ്ഷൻ കണ്ടോ വൈലല്ലേ, ഇത് അവിടുന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, വന്ന് 0 എടുക്കും, പിന്നെ 0 തൊടാൻ പറ്റത്തില്ല, പിന്നെ അത് കുത്തനെ നേരെ താഴോട്ടൊരു പോക്കങ്ങ് പോകും. അതുപോലെ ഇതാ നോക്ക്, ഇവിടെയും ഇവിടുന്ന് അതായത് ഈ വൈലറ്റ് ലൈൻ ഇവിടുന്ന് ഓടി വന്ന് ഈ താഴെ മുങ്ങുന്ന വൈലറ്റ് ലൈൻ പിന്നെ പൊങ്ങുന്നതായി മേളീന്ന് വന്ന് പിന്നെ വലത്തോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ഈ ലൈന് 0 തൊടാൻ പറ്റത്തില്ല, ഇവിടെ തൊട്ടാലും പ്രശ്നം. അതായത് ബേസിക്കലി വന്ന് ഇഫ് ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് 0 എന്ന് പറയുന്ന പോയിന്റിൽ ഇത് പൊളിയുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇവിടുന്ന് താഴോട്ട് പൊക്കൊണ്ടേയിരിക്കല്ലേ, ജന്മം ചെയ്താലും ഒരിക്കൽ പോലും ഈ വയലറ്റ് ലൈൻ ഈ ബ്ലാക്ക് ലൈനിൽ തൊടത്തില്ല. കാരണം വയലറ്റ് ലൈൻ ഈ ബ്ലാക്ക് ലൈനിൽ തൊട്ടാൽ x ഈക്വൽ ടു 0 ആവും. ഓക്കെ, അതുകൊണ്ട് ഇൻഫിനിറ്റി വരെ പോയാലും അവർ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് കാണും, ഒരിക്കലും തൊടത്തില്ല. അതേ കേസ് തന്നെ ആയിരിക്കും മേളിലും. ഈ വയലറ്റ് ലൈൻ, ഈ ഇറങ്ങി വരുന്ന ഈ വയലറ്റ് ലൈനും ഈ ബ്ലാക്ക് ലൈൻ തമ്മിൽ ഒരിക്കലും തൊടത്തില്ല മേളിൽ എവിടെ പോലും. ഓക്കെ, അതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ അസിപ്റ്റോട്ട് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ലൈൻ ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് താഴെ. അതിൻ്റെ അകത്ത് എന്താണ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്, എന്താണ് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്, എന്തുകൊണ്ടാണ് തൊടാൻ പറ്റാത്തത് എന്നെല്ലാം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുവേണ്ടി അത് അവിടെ ചെയ്തു വെച്ച, കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഇനി അത് കുറേ സ്ഥലത്ത് ആവശ്യം വരും, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. ഇനി അതുപോലെ വേറൊരു കാര്യമുണ്ട്, ഈ കാണുന്ന ഈ ലൈനിൽ ഈ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതും ഈ ലൈനിലേക്കും ഇതിനോട് തൊടാൻ പറ്റത്തില്ല. അതായത് ഈ വയലറ്റ് ലൈനിൽ തൊട്ട് മേലുള്ള ബ്ലാക്ക് ലൈനിലോ ഈ വയലറ്റ് ലൈനിൽ തൊട്ട് താഴെയുള്ള ബ്ലാക്ക് ലൈനിലോ തൊടാൻ പറ്റത്തില്ല. അതിന്റെ കാര്യം എന്താ, ഇവിടെ വൈക്കും 0 ആവാൻ പറ്റൂല, ടിക്ക് 0 ആവാൻ പറ്റാത്തതിന്റെ കൂടെ ഇവിടെ വൈക്കും 0 ആവാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് സപ്പോസ് നിങ്ങൾ ഇവിടെ വൈക്ക് 0 ഇട്ട് കൊടുത്തു നോക്ക്, അപ്പൊ എന്തോ 1/t ഈക്വൽ ടു 0. അപ്പൊ ടി എന്തോന്നോ 1/0, സെയിം ഇഷ്യൂ. മനസ്സിലായി? എന്തായിരുന്നു ടിക്ക് ഉണ്ടായിരുന്ന അതേ ഇഷ്യൂ അത് തന്നെയാണ് വൈക്കും ഇവിടെ 0 ആവാൻ പറ്റത്തില്ല. സോ ഈ വയലറ്റ് ലൈൻ ഈ മേളിൽ കാണുന്ന ബ്ലാക്ക് ലൈനായിട്ട് എവിടെയും തൊടത്തില്ല. അതുപോലെ ഈ വയലറ്റ് ലൈനും ഈ താഴെ കാണുന്ന ബ്ലാക്ക് ലൈനായിട്ട് എവിടെയും തൊടത്തില്ല. അങ്ങനെ തൊട്ടാൽ y ഈക്വൽ ടു 0 ആയി പോകും. മനസ്സിലായ? സോ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടും ഉണ്ട്. മനസ്സിലായ? ഇനി ഇതിന്റെ ഏരിയ അണ്ടർ ദ കർവ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഓക്കെ, ഇതാണ് ഏരിയ അണ്ടർ ദ കർവ്. കാരണം ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആണല്ലോ, 2 സെഗ്മെന്റ് ആണല്ലോ, കണ്ടില്ലേ, ഒരു ബട്ടർഫ്ലൈ പോലെ ഇരിക്കുന്ന സാധനം. ഓക്കെ, ഈ ഏരിയ ഇൻഫൈനൈറ്റ് ആണ്, കണ്ടില്ലേ, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് ഇൻഫിനിറ്റിയിലോട്ട് വന്ന് ഇവിടെ ഇൻഫിനിറ്റി. ബേസിക്കലി എല്ലാ ഫംഗ്ഷനും ഇൻഫൈനൈറ്റ് ആണല്ലോ, അത്രേ ഉള്ളൂ കാര്യം. കണ്ട? ഓക്കെ, ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ലോ തൊടാൻ പറ്റൂല എന്നുള്ളത്. ആ ഒരു ഗ്രാഫിനെ കുറിച്ച് ഒരു ഐഡിയ വേണം. സോ ഇവിടെ എന്ത് മനസ്സിലായി, നമുക്ക് 0 പറ്റൂലെന്ന്. അപ്പൊ നമുക്ക് എന്ത് 0 കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാ, 1. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, 0ക്ക് താഴെ ഒരു നമ്പർ ഇല്ലേ, -1 എടുത്തുകൂടെയെന്ന്. അതെന്താണെന്ന് ചോദിച്ചാല് നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതിനൊരു കറക്റ്റ് കാരണമുണ്ട്. എന്താണ് താഴെ പോകുമ്പോൾ പറഞ്ഞു തരാം. ഇപ്പൊ അതിനെക്കുറിച്ച് ബോധറാവണ്ട. തൽക്കാലം നമ്മൾ എക്സിന് മേളിൽ മാത്രം എടുക്കുന്നത് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, എന്താണ് ക്ലിയർ ആയിട്ട് നമ്മൾ താഴോട്ട് പോയിട്ട് വരുമ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമ്മുടെ L of x ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1/t dt ഫ്രം 1 to x. സ്റ്റാർട്ടിംഗ് പോയിന്റ് 1 ആണ്. ഇനി നമ്മൾ 1 നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം L of 1 എന്താ, അതായത് നിൽക്കുന്ന സ്ഥലത്താണ് ഏരിയ. ബേസിക്കലി ഏരിയ ഇല്ലല്ലോ, അതായത് ലോജിക്കലി ചിന്തിച്ചാൽ ആ പോയിന്റിൽ ഏരിയ എന്താന്ന് ചോദിച്ചാൽ ആ പോയിന്റിൽ ഏരിയ ഇല്ല. ഓക്കെ, അത് മാത്തമാറ്റിക്കലി നോക്കി എക്സിന് 1 ഇട്ട് കൊടുത്താൽ അത് ഇന്റഗ്രൽ ഓഫ് 1/t dt ഫ്രം 1 to 1 ഓൾറെഡി നമുക്കറിയാം 0. സോ L of 1 എന്തോന്നാ, 0. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളൊരു കാര്യം നോക്കിയാൽ നമ്മുടെ ഗ്രാഫ് ട്രാവേഴ്സിങ്ങിൽ നമ്മൾ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. എന്താണെന്നറിയാം, അതായത് നമുക്ക് ഒരു ഫംഗ്ഷന്റെ ഗ്രാഫിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും എഡ്ജ് കേസസ് നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടുത്തെ എഡ്ജ് കേസസ് എന്ന് പറഞ്ഞാൽ ആരാണ്, ആക്ച്വലി 0 ആണ്. കാരണം 0-ലല്ലേ ഇവർ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു പോയിന്റ്. അപ്പോൾ ഒരു
ഒരു പോയിന്റ് എന്ന് പറഞ്ഞ് നമുക്കൊരു 0 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റ്, ക്രിട്ടിക്കൽ പോയിന്റ് എന്നല്ല, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റ് ആണ് തെറ്റിദ്ധരിക്കരുത്, ക്രിട്ടിക്കൽ പോയിന്റ് അല്ല. അല്ലെ വാലിഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പോയിന്റ് ആണ് 0. കാരണം എന്താ, 0യിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. മനസ്സിലായല്ലോ? അതുപോലെ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ ഇപ്പൊ എടുത്തല്ലോ, എന്ത് എൽ ഓഫ് എക്സ്. എൽ ഓഫ് എക്സ് എന്തോന്നാ, എൽ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1/t dt ഫ്രം 1 to x. നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം, ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഓക്കെ, അതായത് എൽ ഡാഷ് ഓഫ് എക്സ്. എൽ ഡാഷ് ഓഫ് എക്സ് എന്തോന്നാ, 1/x. അതെങ്ങനെ വന്നു കണ്ടേ, നമ്മുടെ സെക്കൻഡ് ഫണ്ടമെന്റൽ വഴി വന്നിട്ടുണ്ട്. ഇഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് ടി ഡി ടി ഫ്രം എ ടു എക്സ് ദെൻ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അത് തന്നെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, എക്സാക്ട് സാധനം. മനസ്സിലായോ? എഫ് ഓഫ് ടി എന്തോന്നോ ഇവിടെ എഫ് ഓഫ് ടി എന്തോന്നോ, എഫ് ഓഫ് എക്സോ. ഇവിടുത്തെ എഫ് ഓഫ് ടി ആരാ, 1/t. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x. ഓക്കെ, അതുകൊണ്ട് എൽ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x ആവും. മനസ്സിലായോ? കിട്ടിയ ഐഡിയ. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാം. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ ഡെറിവേറ്റീവ്. സോ എൽ ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 1/x. എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ -1/x² എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ ലൈൻ ട്രാവേഴ്സിംഗ് കോൺസെപ്റ്റിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഗ്രാഫിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അവരെല്ലായിടത്തും കൂടിക്കൊണ്ടിരിക്കുമായിരിക്കും എന്ന്. മനസ്സിലായോ? ഓക്കെ, അതുപോലെ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അവർ കോൺകേവ് അപ്പായിട്ട് നിൽക്കുമായിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ അവർ കോൺകേവ് ഡൗൺ ആയിട്ട് നിൽക്കുമായിരിക്കും എന്ന്. ഇവിടെ നിങ്ങൾ നോക്ക്, എൽ ഡാഷ് ഓഫ് എക്സ് ഓക്കെ ഈക്വൽ ടു എന്താ 1/x. 1/x ഒരു പോസിറ്റീവ് അല്ലേ, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. എന്താ നമ്മൾ പറയാന്ന് പറഞ്ഞു ഓൾറെഡി, എക്സ് ഗ്രേറ്റർ ദാൻ 0 എടുക്കാൻ പോകുന്നത്. സോ എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ എനി നമ്പർ, എൽ ഡാഷ് ഓഫ് എക്സ് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. കാരണം ഈ 1 എനി പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ ഈസ് എ പോസിറ്റീവ് നമ്പർ. സോ എൽ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ഇനി താഴെ ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവിലോട്ട് വന്നാലോ, എൽ ഡബിൾ ഡാഷ് ഓഫ് എക്സ് എടുത്താൽ -1/x² ആണ്. ഞാനിവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0 തന്നെയാണ്, ഞാനിവിടെ എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും പോസിറ്റീവ് കിട്ടും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഫ്രണ്ടിൽ നെഗറ്റീവ് സൈൻ ഉണ്ട്. സോ എൽ ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായി? എല്ലാ നമ്പറിനും നെഗറ്റീവ് ആയിരിക്കും. സോ ഇതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എല്ലാ സ്ഥലത്തും പോസിറ്റീവ് ആയിരിക്കും, സെക്കൻഡ് ഡെറിവേറ്റീവ് എല്ലാ സ്ഥലത്തും നെഗറ്റീവ് ആയിരിക്കും. എന്ത്, ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0, മറക്കല്ല്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ട്രേസ് ചെയ്യാം. ഇതാ നോക്ക്, ഏത് എൽ ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഗ്രാഫിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ എൽ ഓഫ് എക്സിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് എടുത്ത്, എൽ ഓഫ് എക്സിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് എടുത്ത്, നമ്മൾ എൽ ഓഫ് എക്സ് എന്താണെന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എൽ ഓഫ് എക്സിനെ കുറിച്ചാണ് പറയുന്നത്, മറക്കരുത്. ഓക്കെ, അപ്പൊ എൽ ഓഫ് എക്സിന്റെ ഗ്രാഫ് എടുത്താൽ ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പറഞ്ഞ ശരിയല്ലേ, ഈ പോയിന്റ് ഇങ്ങനെ നോക്കി ഇവൻ കൂടി പൊക്കൊണ്ടേ ഇരിക്കല്ലേ, റൈസ് ചെയ്ത് പൊക്കൊണ്ടേ ഇരിക്കല്ലേ. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0യിൽ ഇത് ഓൾവേസ് റൈസ് ചെയ്തോണ്ടിരിക്കാണ്ടേ. ഇതൊരിക്കലും തോന്നല്ലേ ഈ താഴെ കിടക്കുന്നോണ്ട് നെഗറ്റീവ് ആണ്, അല്ല. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞു വരുന്നത് എന്ത് പോയിന്റുവാ. ഓക്കെ, സോ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇതും എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്, ഇതും എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, അതുകൊണ്ട് ഇത് y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈനാണ് ഈ താഴെ കൂടെ പോകുന്നത്. മനസ്സിലായോ? ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല, എന്ത് ഈ ലൈന് താഴെ ഉള്ളവരെല്ലാം എക്സ് ലെസ് ദാൻ 0 ആണ്. തെറ്റിദ്ധരിക്കില്ല, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ചിലർ അവിടെ കൊണ്ട് തെറ്റിക്കും. ഇതാണ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ. ഓക്കെ, ആ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈനിനെ അപ്പുറത്തായിരിക്കും എല്ലാ എക്സ് ഗ്രേറ്റർ ദാൻ 0 വാല്യൂ. സോ ഈ ഫംഗ്ഷൻ നോക്കിയാൽ താഴേന്ന് കൂടി വന്നുകൊണ്ടേ ഇരിക്കുക, കണ്ടോ? ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പറഞ്ഞാൽ കറക്റ്റാ, ഈ ഫംഗ്ഷൻ എല്ലായിടത്തും റൈസ് ചെയ്യുക. സെക്കൻഡ് ഡെറിവേറ്റീവ് പറഞ്ഞ എന്താ, എല്ലായിടത്തും നെഗറ്റീവ്, അതിൻ്റെ അകത്ത് എന്താ, കോൺകേവ് ഡൗൺ. കണ്ടോ? സോ അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഗ്രാഫ് വരയ്ക്കുന്നത്. ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഗ്രാഫ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഗ്രാഫാണ് നാച്ചുറൽ ലോഗിന്റെ ഗ്രാഫ്. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഈ എൽ ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ ആണ് നാച്ചുറൽ ലോഗ്. മനസ്സിലായോ? നാച്ചുറൽ ലോഗ് ഓഫ് 1 എത്ര, 0 അല്ലേ? അല്ല, ഇനി നിങ്ങൾക്ക് സംശയമാണെങ്കിൽ ഒരു കാര്യം പറയാം, നമ്മുടെ നാച്ചുറൽ ലോഗിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, എന്ത്, ln ഓഫ് എ ബി ഈക്വൽ ടു ln ഓഫ് എ പ്ലസ് ln ഓഫ് ബി എന്ന്. ഓക്കെ, അത് നാച്ചുറൽ ലോഗിന്റെ പ്രോപ്പർട്ടിയാ. അത് തന്നെ നമ്മുടെ എൽ ഓഫ് എക്സ് ഫോളോ ചെയ്ത
നമുക്ക് പറയാൻ പറ്റുമല്ലോ നമ്മുടെ ഈ എൽ ഓഫ് എക്സ് ആക്ച്വലി നാച്ചുറൽ ലോഗ് ആണ്. ഓക്കെ, അതായത് അതിലോട്ട് എങ്ങനെ വന്നു എന്നൊരു കൺക്ലൂഷൻ ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മുടെ ഫംഗ്ഷൻ വരച്ചു, എൽ ഓഫ് എക്സിന്റെ ഗ്രാഫ് വരച്ചപ്പം ഈ കാണുന്ന ഗ്രാഫ് നമ്മുടെ എക്സാക്ട്ലി നമ്മുടെ നാച്ചുറൽ ലോഗ് പോലെ ഇരിക്കുന്ന ഒരു ഗ്രാഫായിട്ട് തോന്നി. അപ്പോൾ ഒരു സംശയം, നമ്മുടെ ഈ എൽ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ലോഗ് ആണോ? അപ്പൊ നമ്മളൊന്ന് വെരിഫൈ ചെയ്യാൻ എങ്ങനെ? നമുക്ക് ഓൾറെഡി അറിയാം നാച്ചുറൽ ലോഗിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, എൽ എൻ ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എൽ എൻ ഓഫ് എ പ്ലസ് എൽ എൻ ഓഫ് ബി ആണ്. അപ്പൊ നമ്മുടെ എൽ ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും അതേ പ്രോപ്പർട്ടി തന്നെ ഹോൾഡ് ചെയ്താൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമല്ലോ എന്ത് ലോഗ് ആണെന്ന്. ഓക്കെ പോസ്റ്റ് ദിസ് പോയിന്റ്. ഈ ഒരു പോയിന്റിൽ നിങ്ങൾ നിൽക്കുക. ഓക്കെ, ഒരിക്കലും തെറ്റിദ്ധരിക്കല്. ഏത് ഫംഗ്ഷനും ഈ പറഞ്ഞ, അതായത് സപ്പോസ് എഫ് ഓഫ് എ ബി എന്ന് വിളിക്കുന്നത് എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഒന്നും നാച്ചുറൽ ലോഗരിതമിക് ഫംഗ്ഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ നമ്മൾ അതല്ല പറഞ്ഞു വെക്കുന്നത്. നമ്മൾ പറയുന്നത് എന്താണെന്നുള്ള ബേസ് അണ്ടർസ്റ്റാൻഡിങ് കൂടെ ആദ്യം വേണം. അതായത് നമ്മൾ കണ്ടുപിടിച്ചെടുത്ത നമ്മുടെ എൽ ഓഫ് എക്സ് ഓൾറെഡി ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഗ്രാഫിക്കലി മനസ്സിലായി നാച്ചുറൽ ലോഗ് പോലെ ഇരിക്കുന്നു. സോ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 90% ഉറപ്പുണ്ട് എന്ത്, ഈ എൽ ഓഫ് എക്സ് ചിലപ്പോൾ നമ്മുടെ നാച്ചുറൽ ലോഗ് ആവാമെന്നത്. ഓക്കെ, അതിന്റെ ഒരു ഉറപ്പിന്റെ മേളിലാണ് നാച്ചുറൽ ലോഗിന്റെ ഒരു പ്രോപ്പർട്ടി നമ്മുടെ എൽ ഓഫ് എക്സിന് ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ പറയുമല്ല എഫ് ഓഫ് എ ബി ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി എന്ന് പറയുന്ന എല്ലാ ഫംഗ്ഷനും നാച്ചുറൽ ലോഗ് ഫംഗ്ഷൻ ആണെന്നല്ല നമ്മൾ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ഇവിടെ 90% വിഷ്വലി കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ഉറപ്പുണ്ട്. ഉറപ്പ് നമ്മൾ കൺഫേം ചെയ്യാൻ പോകുന്ന പറയുന്നത്. ആൻഡ് അത് കൺഫേം ചെയ്യാൻ എൽ എൻ ഓഫ് എ ബി തന്നെ വേണമെന്നില്ല. എൽ എൻ ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്, അല്ലെ എൽ എൻ ഓഫ് എ റേസ് ടു എൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഏത് പ്രോപ്പർട്ടി വെച്ച് ടെസ്റ്റ് ചെയ്താലും മതി. തൽക്കാലം നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എൽ എൻ ഓഫ് എ ബി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അത് നമ്മുടെ എൽ ഓഫ് എക്സിൽ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും ഇവിടെ ട്രൈ ചെയ്യാം. ഫോർ ദ സിംപ്ലിസിറ്റി നമ്മളിവിടെ എൽ എൻ ഓഫ് എ ബി ആണ് വെച്ച് ട്രൈ ചെയ്യാൻ പോകുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞിട്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. എഫ് ഓഫ് എ ബി ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി എന്ന് പറയുന്ന എല്ലാ ഫംഗ്ഷനും നാച്ചുറൽ ലോഗ് തെറ്റിദ്ധരിക്കില്ല. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേന്നുള്ളത് ഇവിടെ അത് എടുത്തെന്നുള്ളത് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താഴെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫംഗ്ഷൻ ഉണ്ടല്ലോ എൽ ഓഫ് എക്സ്, അത് ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പൊ എന്ത് ചെയ്യാം, എൽ ഓഫ് എ ബി എടുക്കാം. എൽ ഓഫ് എ ബി നമുക്ക് എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ ഓഫ് 1/t dt ഫ്രം 1 to ab അല്ലേ? കാരണം എൽ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1/t dt ഫ്രം 1 to x ആണെങ്കിൽ എൽ ഓഫ് എ ബി എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് 1/t dt ഫ്രം 1 to ab ആണ്, അറിയാവേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. കാരണം നമ്മുടെ ഡെറിവേറ്റീവ് അല്ല, ഇന്റഗ്രൽസിന്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് ടി ഡി ടി ഫ്രം എ ടു സി ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് ടി ഡി ടി ഫ്രം എ ടു ബി പ്ലസ് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് ടി ഡി ടി ഫ്രം ബി ടു സി. ഈ പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ ആ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ നമ്മളൊരു കാര്യം ചെയ്യണം. ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടൊരു കാര്യം എന്താ, എൽ ഓഫ്, ഇവിടെ നമ്മൾ ഒരിടത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് എൽ ഓഫ് 1 ഈക്വൽ ടു 0 നമ്മൾ കണ്ട് ആണേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നാൽ ഈ കാണുന്ന ഫസ്റ്റ് ടേം 0. ഇപ്പോൾ എന്റെ കാര്യം എന്താ, ഇവിടെ ഇന്റഗ്രൽ ഓഫ് 1/t dt ഫ്രം 1 to a. ആൻഡ് ഓൾറെഡി നമുക്കറിയാം നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്തോന്നാ, 1. കാരണം നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത്, നമ്മുടെ ഇനിഷ്യൽ പോയിന്റ് a ഈക്വൽ ടു 1 എന്നാ നമ്മൾ ചൂസ് ചെയ്തേന്ന്. അതായത് ഇവിടെ കണ്ടില്ലേ 1. അതായത് ആക്ച്വലി എൽ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 1/t dt ഫ്രം a to x അല്ലെന്നോ. ഇതിനകത്ത് എക്ക് നമ്മൾ ഓൾറെഡി ഇവിടെ 1 കൊടുത്തല്ലോ. അപ്പൊ നമ്മൾ ചൂസ് ചെയ്ത സ്റ്റാർട്ടിംഗ് പോയിന്റ് a ആരാ, നമ്മുടെ 1 അല്ലേ നമ്മൾ ചൂസ് ചെയ്ത് ഓൾറെഡി. അപ്പൊ അതിതാ ഇവിടെ വന്നാല് ഈ എക്ക് നമ്മൾ 1 ഇട്ട് കൊടുത്താൽ എന്തോ, ഇന്റഗ്രൽ ഓഫ് 1/t dt ഫ്രം 1 to 1. ഓൾറെഡി 0 ഇപ്പോ. ഇനി നമുക്ക് ആരെ കുറിച്ച് മാത്രം നോക്കിയത്, ഇന്റഗ്രൽ ഓഫ് 1/t dt ഫ്രം a to ab. ഇത് വരുന്നിടത്താണ് നമ്മൾ കുറച്ചുകൂടി ട്രിക്കിയർ പാർട്ട്. ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്യണം, നമ്മളിവിടെ ഒരു വേരിയബിളിനെ കൊണ്ടുപോകണം, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ. അത് യു ഈക്വൽ ടു എന്തോന്നാ, ടി ഡിവൈഡ് ബൈ എ എന്ന് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ടി ഈക്വൽ ടു എ യു എന്ന് വരും ഈ കാണുന്നതിന്റെ കൂട്ട്. ഓക്കെ, ഇനി ഡെറിവേറ്റീവ് എടുക്കും രണ്ട് സൈഡിലും. അങ്ങനെ എടുത്താൽ എന്ത് കിട്ടും, ഡി ടി ഈക്വൽ ടു എ ഇൻറ്റു ഡി യു എന്ന് കിട്ടും. ആണേ, കാരണം എ കോൺസ്റ്റന്റ് ആണല്ലോ, ഒരു വേരിയബിൾ മീൻസ് നമ്മുടെ അടുത്തൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണല്ലോ. അപ്പൊ എ കോൺസ്റ്റന്റ് ആണ്, പിന്നെ ആരുണ്ട്, ഡി യു മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത്, ഡി ടി ഈക്വൽ ടു എ ഡി യു. നമുക്കത് കിട്ടിയേ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ,
നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാം. ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ ടിയെ നമ്മുടെ ഈ യുവിൻ്റെ ടേം വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അത് നമ്മൾ ഓൾറെഡി പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇന്റഗ്രൽ ഓഫ് 1/t dt ഫ്രം a to ab ആ. ഓക്കെ, ഈ a to ab എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കണ്ടോ? അതെന്താന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഈ a to ab എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ t സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ a എന്ന് പറയുന്ന പോയിന്റിലും, അതായത് നമ്മുടെ ഫംഗ്ഷൻ f ഓഫ് t സ്റ്റാർട്ട് ചെയ്യുന്നത് a എന്ന് പറയുന്ന പോയിന്റിലും f ഓഫ് t എൻഡ് ചെയ്യുന്നത് ab എന്ന് പറയുന്ന പോയിന്റിലാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഇന്റഗ്രൽ ഓഫ് 1/t dt ഫ്രം a to ab എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ f ഓഫ് t, ഇവിടുത്തെ f ഓഫ് t ആണല്ലോ 1/t. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ f ഓഫ് t സ്റ്റാർട്ട് ചെയ്യുന്ന a തൊട്ട് ab വരെയാ. ഓക്കെ, അല്ലാതെ യുവിന്റെ ഒരാളുമല്ല. ഓക്കെ, ഇവിടെ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് എ യു എ ബി. ഓക്കെ, എഫ് ഓഫ് ടി ഈക്വൽ ടു ആണ് 1/t ആൻഡ് ആ ടിയുടെ റേഞ്ച് ആണ് പറയുന്നത് എ തൊട്ട് എ ബി വരെ. നമ്മളിപ്പോൾ പുതിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വേരിയബിൾ ആരാ? യു ആ. ഓക്കെ, ടി അല്ല. അപ്പോൾ നമ്മൾ ഇതിന്റെ അകത്ത് കിടക്കുന്ന 1/tയെ റീപ്ലേസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും മാറ്റണം. ഓക്കെ, ഇത് ഇന്റഗ്രൽസിൽ പലർക്കും പറ്റുന്ന ഒരു മണ്ടത്തരമാണ്. അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അകത്ത് കിടക്കുന്ന ആളെ, പക്ഷെ അകത്ത് കിടക്കുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ അകത്ത് കിടക്കുന്ന ആളുടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആയിരിക്കും ആക്ച്വലി ആ ഇന്റഗ്രൽ സിമ്പിളിൽ കിടക്കുന്നത്. അപ്പൊ നമ്മൾ അതും റീപ്ലേസ് ചെയ്യണം. അത് റീപ്ലേസ് ചെയ്യാൻ എന്താണ്? ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. ടി കെ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? യു എന്ന് പറഞ്ഞാൽ 1 കിട്ടും. ടി കെ ബി ഇട്ട് കൊടുത്താൽ ആര് കിട്ടും? യു എന്ന് പറഞ്ഞാൽ ബി കിട്ടും. അപ്പം ടി കെ ഇട്ട് കൊടുത്താൽ യു 1. അപ്പൊ അത് താഴത്തെ ലിമിറ്റ് 1 ആവും. കണ്ടോ? കാരണം ടി കെ ഇട്ട് കൊടുത്താൽ യു ക്യു 1. അതുപോലെ ടി കെ ബി ഇട്ട് കൊടുത്താൽ യു ക്യു ബി. ടി കെ ബി ഇട്ട് കൊടുക്കുന്ന ഈ മേളത്തെ ലിമിറ്റ് ടിയുടെ എ ബി യുവിന് വരുമ്പോൾ എന്താണോ ബി ആവും. ഓക്കെ, അപ്പം മൊത്തത്തിൽ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകും. നമ്മുടെ ഇന്റഗ്രൽ ഓഫ് 1/t dt ഫ്രം എ ടു എ ബി മൊത്തത്തിൽ യുവിന്റെ ടേമിലോട്ട് മൊത്തത്തിൽ റീപ്ലേസ് ചെയ്ത ഇന്റഗ്രൽ ഓഫ് 1/au a du ഫ്രം 1 to b എന്ന് കിട്ടും. ഓക്കെ, പ്യുവർ സബ്സ്റ്റിറ്റ്യൂഷൻ, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്ത് പേപ്പറും പേന എടുക്കുക, എഴുതി നോക്കുക, നിങ്ങൾക്ക് ക്ലിയർ ഈ സാധനം കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലെങ്കിലും നിങ്ങൾ ഇത്ര ഒരു ഐഡിയ കിട്ടിയാൽ മതി. നമ്മൾ എന്ത് വേരിയബിൾ ഇട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഈ ലോവർ ബൗണ്ടും അപ്പർ ബൗണ്ടും റീപ്ലേസ് ചെയ്യുന്ന ലോജിക് കിട്ടി നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കുക. അങ്ങനെ നിങ്ങൾ ഫൈനലി സോൾവ് ചെയ്ത് വന്ന ഇന്റഗ്രൽ ഓഫ് 1/u du ഫ്രം 1 to b എന്ന് കിട്ടും. എന്താണ് ഈ സാധനം? എൽ ഓഫ് ബി. മനസ്സിലായോ? ഓക്കെ, ഇതാണ് നമ്മുടെ എൽ ഓഫ് ബി. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാ. ഇവിടെ എന്താ ജി ഓഫ് എക്സിന്റെ ഇക്വേഷൻ എന്താ? ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് ടി ഡി ടി ഫ്രം എ ടു എക്സ്. ഓക്കെ, അതായത് ഇതും ടിയുടെ ടേം എ തൊട്ട് എക്സ് വരെ ആന്നേ. അതേ ഫോർമാറ്റിലല്ലേ ഇതും കിടക്കുന്നത്. പകരം എന്ത്? ഇത് യുവിന്റെ ടേം, ഇത് 1 തൊട്ട് ബി വരെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നോക്ക്, എ തൊട്ട് എക്സ് വരെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് എന്താ ജി ഓഫ് എക്സ് എന്ന് വിളിച്ചതിനെ. മനസ്സിലായോ? അകത്ത് കിടക്കുന്ന ടീൻ്റെ ടേം എക്സാക്ട്ലി അതേ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, 1 തൊട്ട് ബി വരെ യുവിന്റെ ടേം. സോ ദിസ് ഈസ് എൽ ഓഫ് ബി. നമ്മളിവിടെ ബേസിക്കലി പ്രൂവ് ചെയ്ത് എന്തോന്നാ, ഓൾറെഡി എൽ ഓഫ് എ 0 ആയിപ്പോയി. അപ്പൊ നമുക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യേണ്ടത് എന്തോന്നാ, എൽ ഓഫ് എ ബി ഈക്വൽ ടു എൽ ഓഫ് ബി എന്ന് മാത്രം പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് എന്ത് ഈ സാധനമാണ് എൽ ഓഫ് എ ബി അല്ലേ? ഇതാണ് എൽ ഓഫ് എ ബി. കണ്ട, ഇതും അതേ ഫോർമാറ്റിൽ തന്നെ അല്ലേ കിടക്കുന്നത്. ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് എൽ ഓഫ് എ ബി, റൈറ്റിൽ കാണുന്നതാണ് എൽ ഓഫ് ബി. സോ ആക്ച്വലി നമ്മൾ പ്രൂവ് ചെയ്തു എൽ ഓഫ് എ ബി ഈക്വൽ ടു എൽ ഓഫ് ബി എന്ന്. സോ നമുക്കിനി വേണമെങ്കിൽ 100% കൺഫേം ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എൽ ഓഫ് എ ഡിവൈഡ് ബൈ ബിയും എൽ ഓഫ് എ റേസ് ടു എന്നും എല്ലാം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതേ റിസൾട്ടേ കിട്ടും. ഓക്കെ, ഇത് ബേസിക്കലി എൽ ഓഫ് എക്സ് ആണ്, നാച്ചുറൽ ലോഗ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള രീതി വന്നതേ ഉള്ളൂ. ഇതാണ് ആ ഫംഗ്ഷൻ. അതായത് ഇതിന്റെ ബേസ് മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ എൽ ഓഫ് എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണെന്ന് ചോദിച്ചാൽ എൽ ഓഫ് എക്സ് ഈസ് ദ ഏരിയ അണ്ടർ ദ കർവ് 1/t. ഇതാണ് നാച്ചുറൽ ലോഗിന്റെ ശരിക്കും എക്സ്പ്ലനേഷൻ. മനസ്സിലായോ? അതായത് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ
The natural logarithm is defined as the area under the curve y equal to 1 by t from t equal to 1 to t equal to x. അതായത് ഈ കാണുന്ന ഏരിയ ഇതാണ് നമ്മുടെ നാച്ചുറൽ ലോഗായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, എക്സെപ്റ്റ് ഒറ്റ കണ്ടീഷൻ, എക്സ് ഗ്രേറ്റർ ദാൻ 0. അതായത് ഈ പാർട്ടിന്റെ, മനസ്സിലായ? ഈ കാണുന്ന ഈ പാർട്ടില്ല, ഈ പാർട്ടിന്റെ മാത്രം, മനസ്സിലായോ? ഓക്കെ. തൊട്ട് മുമ്പ് പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി പോയേ. ഈ കാണുന്ന എൻ്റെ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ഏരിയ അല്ല, എക്സ് ഈക്വൽ ടു 1 എന്നാണല്ലോ. സോ ഈ പോയിന്റ് തൊട്ട് വലത്തോട്ട് കാണുന്ന ഫുൾ ഏരിയ, ഓക്കെ, ഇതാണ് ഈ കർസർ പോകുന്നത്. ഇത് കണ്ടല്ലോ, ഈ പോയിന്റ് തൊട്ട് ഈ വലത്തോട്ട് കാണുന്ന ഈ ഫുൾ ഏരിയ ആണ് നമ്മുടെ നാച്ചുറൽ ലോഗരിതമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ആൻഡ് ആ ln of x നെ നമ്മൾ ഒരു പ്ലോട്ടിൽ മാർക്ക് ചെയ്താൽ അതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ അതാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സംശയം തോന്നില്ല. അതായത് ഇവിടെ ചിലർക്കോ സംശയം തോന്നും, നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ. അതായത് നമ്മൾ ആക്ച്വലി പറഞ്ഞുകൊണ്ടിരുന്ന 1/t അല്ലേ, ഇത് അപ്പൊ എന്ത് ഗ്രാഫാണ്? ഇത് ln of x ന്റെ ഗ്രാഫാ. ഓക്കെ, ആ ഏരിയ റെപ്രസെന്റ് ചെയ്യുന്ന അക്യുമുലേഷൻ ഫംഗ്ഷൻ അതിന്റെ ഗ്രാഫാ ഇത്, മനസ്സിലായോ? മറ്റേത് എഫ് ഓഫ് എക്സ്, മറ്റേത് ആക്ച്വൽ ഫംഗ്ഷൻ ആണ്, എഫ് ഓഫ് ടി. ഏത് ഈ കാണുന്നത് ഇത് എഫ് ഓഫ് ടിയുടെ ഗ്രാഫാണ്, ആക്ച്വൽ ഫംഗ്ഷന്റെ. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ അക്യുമുലേഷൻ ഫംഗ്ഷന്റെ ഗ്രാഫാ, എൽ ഓഫ് എക്സിന്റെ. അതായത് നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു എക്സാമ്പിൾ ഇട്ട് പറഞ്ഞല്ലോ. ഇവിടെ ഈ കാണുന്ന ഈ കർവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എഫ് ഓഫ് ടിയുടെ കർവാണ്. ഓക്കെ, അല്ലാതെ ഇത് ജി ഓഫ് എക്സിന്റെ കർവ് അല്ല. ജി ഓഫ് എക്സിന്റെ കർവ് നമ്മൾ ഇവിടെ എവിടെയും വരച്ചിട്ടില്ല, മനസ്സിലായോ? ഈ കാണുന്ന എഫ് ഓഫ് ടിയുടെ കർവാണ്. സോ അങ്ങനെ തെറ്റിദ്ധരിക്കില്ല. ഈ കാണുന്ന കർവ് എന്ന് പറയുന്നത് തന്നെ ജി ഓഫ് എക്സിന്റെ കർവാന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. ഈ കാണുന്ന കർവ് എഫ് ഓഫ് ടിയുടെ കർവാ. സോ ബേസിക്കലി ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ എന്ത് എഫ് ഓഫ് ടിയും ഈ കാണുന്ന ആണ് നമ്മുടെ എൽ ഓഫ് എക്സും. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് എല്ലാം പറഞ്ഞു വിട്ടിട്ട് പോയൊരു സാധനം ഉണ്ടല്ലോ, ഈ. ഓക്കെ, നമ്മൾ ഒരിടത്ത് നിന്ന് സ്റ്റോറി തന്നെ തുടങ്ങിയിട്ടുണ്ടല്ലോ, ടൈലർ സീരീസ് എക്സ്പാൻഷൻ, ഈ കയറി പിടിച്ചിട്ട് നമ്മൾ ഇതുവരെ ചെയ്തതിലും വെച്ച ഏറ്റവും വലിയ സീരീസ്. അതിൻ്റെ അകത്ത് ഈ എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ദർ എക്സിസ്റ്റ് എ നമ്പർ ഇ സച്ച് ദാറ്റ്, ഓക്കെ, ln of e ഈക്വൽ ടു 1 എന്ന്. അത് എന്താന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചുകൊള്ളട്ടെ. അതായത് ഇതാണ് സാധനം, മനസ്സിലായ? അതായത് ഈ കാണുന്നതാണ് നമ്മുടെ ln of x ന്റെ ഗ്രാഫ്. അപ്പൊ ln of e എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, y ഈക്വൽ ടു 1 ആവുന്ന പോയിന്റ്. ഇവിടെ y ഈക്വൽ ടു 1 ആവുന്ന പോയിന്റ് ആരാണ്ട് നേരെ വരച്ച് നോക്കിയാൽ ഇവിടെ ഒരു പോയിന്റ് കിട്ടുമല്ലോ, അതിന്റെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ വരാം 2.718. ഓക്കെ, ഇതാണ് ഈ, മനസ്സിലായോ? ഇങ്ങനാണ് ln of e എന്ന് പറഞ്ഞാൽ 1 ആവുന്നത്. അതായത് ബേസിക്കലി നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുന്നു, ഈ ഗ്രാഫിൽ ln of e എവിടാ 1 ആവുന്നത് നോക്കിയാൽ, അതായത് ബേസിക്കലി ഈ ഗ്രാഫിൽ y ഈക്വൽ ടു 1 എവിടാ നോക്കിയാൽ y ഈക്വൽ ടു 1 കിട്ടുന്ന ഏത് പോയിന്റ് ഇല്ല, x ഈക്വൽ ടു 2.718 എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ല. സോ ആ എക്സ് വാല്യൂ അതാണ് നമ്മുടെ ഈ ഇവിടുത്തെ, മനസ്സിലായോ? അതായത് ln of 2.718 അല്ലെ ln of e ഈക്വൽ ടു 1. ഇതാണ് ഇ എന്ന് പറയുന്ന വാല്യൂ. ഇങ്ങനെയാണ് ഇ എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാവുന്നത് കണ്ട. ബും. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ല എന്താണ് നാച്ചുറൽ ലോഗ് എന്നുള്ളത്, കാൽക്കുലസി ഡിഫൈൻ ചെയ്യുന്നതെന്നും എന്താണ് അതിൻ്റെ അകത്ത് ഇ എന്ന് പറയുന്നത് ആക്ച്വലി വിഷ്വലി കണ്ടാൽ എന്താണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇതാണ് സാധനം. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം പറയാൻ പറ്റി. നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു 4x ഗ്രേറ്റർ ദാൻ 0 എന്ന്. ഓക്കെ, അതിന്റെ കാരണം എന്താന്ന് ഇപ്പൊ പറയാം. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ, എൽ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത്, നമ്മുടെ നാച്ചുറൽ ലോഗ് തന്നെയാണ്. നാച്ചുറൽ ലോഗ് ആർക്കാ ഡിഫൈൻഡ് ആയിട്ടുള്ള? നാച്ചുറൽ ലോഗ് 0ക്കും ഡിഫൈൻഡ് അല്ല, നെഗറ്റീവ് നമ്പറിനും ഡിഫൈൻഡ് അല്ല. ഓക്കെ, അതെന്താണ് ക്ലിയർ ആയിട്ട് നമ്മൾ നമ്മുടെ ലോഗരിതം സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. ln of x ഈക്വൽ ടു 5 എന്നതിന്റെ ആക്ച്വൽ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ e റേസ് ടു വാട്ട് എക്സ് gives us 5 എന്നാ, മനസ്സിലായോ? നമ്മൾ ഓൾറെഡി എന്തുകൊണ്ടാണ് നാച്ചുറൽ ലോഗ് 0ക്കും നെഗറ്റീവ് നമ്പറിനും ഡിഫൈൻഡ് അല്ലാത്തതെന്ന് ഓൾറെഡി അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാലും ഇത് എടുത്തോണ്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, ചെറുതായിട്ട്, വളരെ ക്രൂഡായിട്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടല്ല. ഓക്കെ, നമ്മൾ പറഞ്ഞത് ln of 5 എന്നൊരു കാര്യം കണ്ടാൽ
അതിന്റെ ആക്ച്വൽ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ln ഓഫ് എക്സ് ഈക്വൽ ടു 5 എന്ന് നമ്മൾ കണ്ടാൽ അതിന്റെ ആക്ച്വൽ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ ഇ റൈസ് ടു വാട്ട് എക്സ് ഗീവ്സ് us 5 എന്നാ. ഓക്കെ, നമുക്കിനി എക്സിന് 0 ഇട്ട് കൊടുക്കാം. 0 ഇട്ട് എടുത്താൽ എന്ത് കിട്ടും? ഇ റൈസ് ടു 0 നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ, അപ്പം എക്സിന് 1 ഇട്ട് കൊടുത്താലോ ഇ റൈസ് ടു 1 എന്ന് കിട്ടും. എന്ത്? 2.718. ആക്ച്വലി ഈയുടെ വാല്യൂ 2.718 എല്ലാം അങ്ങോട്ട് പൊക്കൊണ്ടേയിരിക്കും. ജസ്റ്റ് ഫോർ സിംപ്ലിസിറ്റി നമ്മൾ 2.718 എന്ന് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അതെന്താ ഒരു പോസിറ്റീവ് നമ്പർ. ആദ്യം കിട്ടിയ എന്താ? ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1, അതൊരു പോസിറ്റീവ് നമ്പർ. ഇ റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ 2.718, അതും ഒരു പോസിറ്റീവ് നമ്പർ. ഇ റൈസ് ടു 2 ഇട്ട് കൊടുത്താലോ 2.718 റൈസ് ടു 2, അതും ഒരു പോസിറ്റീവ് നമ്പർ. സോ 0യും 0യ്ക്ക് അങ്ങോട്ട് ഏത് വാല്യൂ എക്സിന് ഇട്ട് കൊടുത്താലും നമുക്ക് ആക്ച്വലി കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പർ ആയിരിക്കും. എന്ത്? ഇ റൈസ് ടു എക്സിന്റെ കേസിൽ. ഓക്കെ, അതായത് ln ഓഫ് എക്സിന്റെ കേസിൽ. മനസ്സിലായോ? പക്ഷേങ്കിൽ വേറൊരു പ്രശ്നമുണ്ട്. 0യ്ക്ക് താഴോട്ട് വന്നാലും ഞാൻ നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുക്കുക. ഇ റൈസ് ടു -1. ഇ റൈസ് ടു -1 എന്താ പറയുന്നത്? 1/e. 1/e എന്താ? 1/e ഒരു പോസിറ്റീവ് നമ്പർ അല്ലേ? കാരണം ഇ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു പോസിറ്റീവ് നമ്പറാ. അപ്പൊ 1/e പോസിറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറാ. ഇനി ഇ റൈസ് ടു -2 ഇട്ട് കൊടുത്തെന്ന് വെച്ചോ, അപ്പോഴും എന്ത് കിട്ടും? 1/e റൈസ് ടു 2, അതും ഒരു പോസിറ്റീവ് നമ്പർ അല്ലേ? ഇനി ഇ റൈസ് ടു -3 ഇട്ട് കൊടുത്തെന്ന് വെച്ചോ, അപ്പോഴും എന്ത് കിട്ടും? 1/e റൈസ് ടു 3 എന്ന് കിട്ടും, അതൊരു പോസിറ്റീവ് നമ്പർ അല്ലേ? സോ നമുക്ക് ഈ പറഞ്ഞ എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും നമുക്ക് ഒരു നെഗറ്റീവ് നമ്പർ കിട്ടത്തില്ല. മനസ്സിലായോ? ഓക്കെ, അതായത് ln ഓഫ് എക്സിന് ജീവിതത്തിൽ ഒരിക്കൽ പോലും മീൻസ് ഈ ഒരു കേസിൽ നെഗറ്റീവ് നമ്പർ ആവാൻ പറ്റൂല. ഓക്കെ, കാരണം നമ്മൾ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിളിൽ എന്താ? ln ഓഫ് എക്സ് ഈക്വൽ ടു 5 ആണെങ്കിൽ ഇ റേസ് ടു വാട്ട് എക്സ് ഗീവ്സ് 5. ഓക്കെ, ഞാൻ ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുക. ln ഓഫ് എക്സ് ഈക്വൽ ടു -3. സോ ഇ റേസ് ടു വാട്ട് എക്സ് ഗീവ്സ് us -3. ഓക്കെ, ഇ റേസ് ടു വാട്ട് എക്സ് ഗീവ്സ് us -3. ചോദ്യമോ? ഒരു നമ്പറും ഇല്ല. എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും നമുക്ക് -3 കിട്ടില്ല. കാരണം ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത്? എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും നമുക്കൊരു പോസിറ്റീവ് നമ്പറേ കിട്ടൂ. അതുപോലെ തന്നെ എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും നമുക്ക് 0യും കിട്ടത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇ റൈസ് ടു എന്താ ഒരു -10 ഇട്ട് കൊടുത്തെന്ന് വെച്ചാൽ അപ്പോൾ എന്ത് കിട്ടും? 1/e റൈസ് ടു 10 എന്ന് കിട്ടും. അത് ബേസിക്കലി പറഞ്ഞാൽ 1/2.718 റൈസ് ടു 10. അത് വളരെ ചെറിയ നമ്പർ ആയിരിക്കും, 0യുടെ അടുത്തുള്ള, പക്ഷേ 0 അല്ല. മനസ്സിലായോ? ഇനി നിങ്ങൾ അതായത് ഇ റൈസ് ടു ഒരു നെഗറ്റീവ് നമ്പർ, ഇ റൈസ് ടു വലിയൊരു നെഗറ്റീവ് നമ്പർ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0യുടെ വളരെ അടുത്തുള്ള നമ്പർ കിട്ടും, പക്ഷെ ഒരിക്കലും 0യുടെ അടുത്തുള്ള നമ്പർ കിട്ടത്തില്ല. മനസ്സിലായോ? അതായത് ഇ റൈസ് ടു എക്സ് എന്ന് പറയുന്ന വാല്യൂവിൽ എക്സ് നമ്മൾ എവിടെ ഇട്ട് എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും നമുക്ക് 0യും കിട്ടത്തില്ല, നെഗറ്റീവ് നമ്പറും കിട്ടത്തില്ല. ഓക്കെ, ഇത് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഓൾറെഡി ക്ലിയർ കട്ടായിട്ട് നമ്മുടെ ലോഗരിതം സീരീസിൽ, നാച്ചുറൽ ലോഗിന്റെ സീരീസിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ മാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. സോ നമുക്ക് ഇവിടെ മനസ്സിലായ ഒരു കാര്യം എന്താ? നാച്ചുറൽ ലോഗ് ഒരിക്കലും 0യ്ക്കും ഇതിന് താഴോട്ടുള്ള നെഗറ്റീവ് നമ്പറിന് ഡിഫൈൻഡ് അല്ല. 0+ തൊട്ട് അങ്ങോട്ടേ ഡിഫൈൻഡ് ഉള്ളൂ. 0+ എന്ന് പറഞ്ഞാൽ 0 കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടുള്ള വാല്യൂസ്. അതായത് 0 കഴിഞ്ഞിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 0.0000001 0.0000000 അങ്ങനെ 100 0 ഇട്ടിട്ട് 1 അവിടെ തൊട്ട് ഡിഫൈൻഡാ. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുത്തത്. അപ്പം നമുക്കൊരു സംശയം തോന്നും, നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ നമുക്ക് അറിയത്തില്ല എന്നല്ല ഈ L ഓഫ് എക്സ് എന്ന് പറഞ്ഞ ലോഗരിതമിക് ഫംഗ്ഷനാ. അപ്പം നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 0 എടുക്കേണ്ടെന്ന് ആവശ്യമുണ്ടോ? നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഏറ്റവും അവസാനം അല്ലേ നമുക്ക് മനസ്സിലായത് L ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നാച്ചുറൽ ലോഗാ. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഈ പറഞ്ഞതിന്റെ കൂട്ട് എന്താവൂ? 0യ്ക്കും നെഗറ്റീവ് നമ്പറിന് ഡിഫൈൻഡ് അല്ലാതാവത്തുള്ള നമ്മൾ കണ്ടുപിടിച്ചതെന്ന്. അപ്പോൾ നമ്മൾ എന്തിനാ ആദ്യമേ ഇട്ട് കൊടുത്തതെന്ന്? എനിക്ക് ആദ്യമേ അറിയാമെന്നല്ലോ. ഓക്കെ, ഇതിങ്ങനെ ഹെൽത്തുള്ളെന്ന്. അതുപോലെ ഈ സാധനമൊക്കെ കണ്ടുപിടിച്ച മാത്തമാറ്റീഷ്യൻസ് ഉണ്ടല്ലോ, അവരും ആദ്യം എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്നൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അവരെല്ലാം കമ്പ്യൂട്ട് ചെയ്ത് എല്ലാം ചെയ്ത് വന്നപ്പോൾ അവർക്ക് മനസ്സിലായത്, ഓ ഇത് എക്സിന് മേലിലോട്ട്, എക്സ് ഗ്രേറ്റർ ദാൻ 0യ്ക്ക് മേലിലോട്ട് ഇത് വർക്ക് ചെയ്യുന്നു. സോ അങ്ങനെയാണ് അവർ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് ഇട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ആദ്യം പറഞ്ഞത് ഇതെന്താന്നുള്ള ഞാൻ അവസാനം പറയുന്നത്. മനസ്സിലായി? ഇത് ബേസിക്കലി ഈ ലോഗരിതം എല്ലാം കണ്ടുപിടിച്ച് വന്നവർ ആദ്യം എന്തോന്നാണ് കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് അവർ ആദ്യം ഇനിഷ്യലി കണ്ടുപിടിച്ച സമയത്ത് കണ്ടുപിടിച്ച് കാണൂല, എന്നൊരു അസംഷൻ ആണ്. ഓക്കെ, പിന്നെ അവരെല്ലാം കമ്പ്യൂട്ട് ചെയ്ത് വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഓ ഇത് എക്സ് ഗ്രേറ്റർ ദാൻ 0യുടെ മേലിൽ വർക്ക് ചെയ്യത്തില്ലെന്ന്.
അപ്പോഴായിരിക്കണം അവർ എക്സ് ഗ്രേറ്റർ ദാൻ സീറോയ്ക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിച്ചത്. കാരണം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ എന്ത് ln ഓഫ് എക്സ് ഈക്വൽ ടു 5. ജസ്റ്റ് അത് വെറും ഒരു എക്സാമ്പിൾ മാത്രം. ഓക്കെ, ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. ln ഓഫ് എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ln ഓഫ് എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം. ln ഓഫ് എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞതിന്റെ ആക്ച്വൽ മീനിങ് എന്ന് വെച്ചാൽ ഈ റേസ് വാട്ട് നമ്പർ യൂസസ് 5. മനസ്സിലായോ? ഇതാണ് കറക്റ്റ് സാധനം. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇട്ട് കൊടുത്തത്. കാരണം നാച്ചുറൽ നമ്പർ 0യ്ക്കും 0യുടെ താഴെയും ഡിഫൈൻഡ് അല്ല. ഓക്കെ, ആ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിച്ച് കാണുന്നു. ഇനിയാണ് വേറൊരു സാധനം പറയാം. ഇതാണ് ആ സാധനം. ഇതാരേലും ഓർക്കുന്നുണ്ടോ? നമ്മൾ ഇവിടുന്നാണ് ഒരു സാധനത്തെ തുടങ്ങി വിട്ടത്. ഓക്കെ, ഒരു ബൾക്കിയർ ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഒരു ഹെർക്കൂലിയൻ സാധനം ഏതാന്ന് ഓർമ്മയാണ്? നമ്മുടെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ. അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന ബേസ് ഇവിടുന്ന എന്ത് ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം. ഓക്കെ, അത് തുടങ്ങിയത് എക്സാക്ട് ഈ പോയിന്റ്. ഈ പോയിന്റിൽ നമ്മൾ ലാസ്റ്റ് ഒരു കാര്യമാണ് ഉണ്ടാകുന്നത്. d by dx of a raised to x equal to a raised to x into capital I of delta x, where capital I of delta x equal to limit delta x tends to 0 a raised to delta x minus 1 the whole divided by delta x. ഇതെങ്ങനെ വന്നെന്നുള്ളതാണ്ട തൊട്ടുമേട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. മറന്നവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. ഞാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതായത് എന്താണ് നമ്മുടെ ലിമിറ്റിന്റെ അതേ ഇക്വേഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നതാണ് ഈ സാധനം. ഓക്കെ, അത് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ടുള്ള എ റൈസ് ടു എക്സിലോട്ട് അപ്ലൈ ചെയ്തതാ. അപ്പൊ നമുക്ക് ഇത് കിട്ടി. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് എ റൈസ് ടു എക്സിനെ കോമൺ ആയിട്ട് വലിച്ചു വെളിയിട്ട് എന്നിട്ട് നമുക്കത് ഇത് കിട്ടി. ഓക്കെ, ഇവിടെ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് 0, അതായത് ഇവിടെ ലിമിറ്റ് ഡെൽറ്റ എക്സിന്റെ ഫാക്ടർ ആയിട്ടാണ് കിടക്കുന്നത്, എക്സിന്റെ ഫാക്ടർ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ എ റൈസ് ടു എക്സിനെ വലിച്ച് വെളിയിട്ടിട്ട് ലിമിറ്റിനെ അകത്തോട്ട് കയറ്റി. അപ്പോൾ എന്ത് പറ്റി? ലിമിറ്റ് എ റൈസ് ടു എക്സ് ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് 0 എ റൈസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1 ബൈ ഡെൽറ്റ എക്സ് എന്ന് വന്ന്. ആൻഡ് ഈ സാധനത്തിനെയാണ് നമ്മൾ എന്ത് ക്യാപിറ്റൽ ഐ ഓഫ് ഡെൽറ്റ എക്സ് എന്ന് വിളിച്ചത്. ആൻഡ് നമ്മൾ ഈ പ്രോബ്ലം പറഞ്ഞ ആക്ച്വലി ലാസ്റ്റ് നിർത്തിയപ്പോൾ നമ്മൾ പറഞ്ഞെന്താ? ഇതാണ് ln ഓഫ് എ. ഓക്കെ, ഈ കാണുന്ന എ ഓഫ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ln ഓഫ് എ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ കാണുന്ന ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് 0 എ റൈസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1 ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മുടെ ln ഓഫ് എ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് നമ്മുടെ ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എ റൈസ് ടു എക്സ് ഈക്വൽ ടു എ റൈസ് ടു എക്സ് ഇൻറ്റു ln ഓഫ് എ എന്ന് പറഞ്ഞ ഫോർമുല വരുന്നതെന്നും. അവിടോട്ടാണ് നമ്മൾ ഇ എ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ആ ഇയുടെ പ്രത്യേകത എന്താ? ln ഓഫ് ഇ എന്ന് പറയുന്ന പോയിന്റ്. അതായത് ln ഓഫ് ഇ എന്ന് വെച്ചാൽ എന്താ? ഈ കാണുന്ന ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് 0 എ റൈസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1 ബൈ ഡെൽറ്റ എക്സിന്റെ അടുത്ത് എല്ലാ എക്ക് വരും ഇ ഇട്ട് കൊടുക്കണം. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞ എന്താ? ln ഓഫ് ഇ എന്ന് പറയുന്നതാണ് 1. ln ഓഫ് എ എന്താ? ഈ കാണുന്നതാണ് ആക്ച്വലി ln ഓഫ് എ. ഓക്കെ, അപ്പൊ ln ഓഫ് എ ഇതാണെങ്കിൽ ln ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലായിടത്തും ഇ ഇട്ട് കൊടുക്കും. ഇ ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ കിട്ടുന്നുണ്ട്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് 0 ഇ റൈസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1 ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 1. അതായത് ln ഓഫ് ഇ ഈക്വൽ ടു ആണ് 1. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്ത് എങ്ങനെയാണ് ln ഓഫ് ഇ എന്ന് പറയുന്ന 1 ആവുന്നതിന് തൊട്ട് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ബ്രിഡ്ജ് കിട്ടി. എന്താണ് ഈ ഇവിടെ നമ്മൾ ഇവിടെ ലാസ്റ്റ് അന്ന് നമ്മൾ പറഞ്ഞു വെച്ചിട്ട് പോയത് എന്താ? there exists a point d such that ln of e equal to 1, അല്ലെങ്കിൽ എന്താണ് ഇ ഓഫ് ഡെൽറ്റ, അതായത് ഈ കാണുന്ന ക്യാപിറ്റൽ ഐ ഓഫ് ഡെൽറ്റ എക്സിന് പകരം ഇ ഓഫ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു എന്ത് 1. ഓക്കെ, അന്ന് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ there exists a point d such that അങ്ങനെ ln of e equal to 1 എന്ന്. പക്ഷെ നമ്മൾ ഒരിക്കലും പറഞ്ഞില്ല എങ്ങനെ ഇ വന്നെന്ന്. പക്ഷെ നമ്മളിതാ ഈ തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ നമ്മൾ എങ്ങനെ ഇ വന്നു എന്നും പറഞ്ഞു. ഓക്കെ, പക്ഷെ അവിടെ സ്റ്റിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ ഒരിക്കലും ഇതുവരെയായിട്ടും ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് 0 എ റൈസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1 ബൈ ഡെൽറ്റ എക്സ് ln ഓഫ് എ ആവുന്ന നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. ശ്രദ്ധിച്ചു നോക്കിയത്, നമ്മളത് ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഈ കാണുന്ന വാല്യൂ, അതായത് എന്താ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് 0 എ റൈസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1 ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന വാല്യൂ ആണ് ln ഓഫ് എ എന്നാണ് അന്ന് നമ്മൾ പറഞ്ഞു വെച്ചത്. അതെങ്ങനെ വന്നു എന്ന് നമ്മൾ പറഞ്ഞില്ല. ഓക്കെ, അന്ന് തന്നെ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഒരു കാര്യം നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത്. എന്ത്? ln ഓഫ് ഇ ഈക്വൽ ടു 1 എന്ന് പറയുന്ന കാര്യം. there exists a point d such that ln ഓഫ് ഇ ഈക്വൽ ടു 1 എന്ന കാര്യം നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത്. ഈ കാണുന്നത്. ഓക്കെ, അതാണ് വിഷ്വലി തന്നെ നമ്മൾ കണ്ടു. ഈ കാണുന്ന വെച്ചിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇനിയും പറയുന്നില്ല. ഓക്കെ, പക്ഷേങ്കിൽ
നമ്മൾ അന്ന് പറഞ്ഞ വേറൊരു കാര്യം ഇതുവരെയും പറഞ്ഞില്ല. അതായത് ഈ കാണുന്ന സാധനം ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എ റൈസ് ടു എക്സ് ഇൻറ്റു എ റൈസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1 ബൈ ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എ ഓഫ് ഡെൽറ്റ എക്സ് എന്ന് വിളിക്കുന്ന സാധനം എങ്ങനെ എൽ എൻ ഓഫ് എ നമ്മൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇനി അതാ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആ ഗ്യാപ്പ് അങ്ങ് ബ്രിഡ്ജ് ചെയ്യാൻ പോവാ. ഓക്കെ, നമുക്കിവിടെ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എ റൈസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1 ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഈ സാധനത്തിനെയാണ് നമുക്ക് എന്ത് എൽ എൻ ഓഫ് എ എന്ന് പ്രൂവ് ചെയ്യേണ്ടുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യും, ന്യൂമറേറ്ററെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തോ വെച്ച്? യു വെച്ച്. അതായത് യു ഈക്വൽ ടു എ റൈസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1 ആണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേണ്ടേ, യു ഈക്വൽ ടു എ റൈസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1. അങ്ങനെ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എ റൈസ് ടു ഡെൽറ്റ എക്സ് ഈക്വൽ ടു 1 പ്ലസ് യു ആണേ. ഇങ്ങനെ കിട്ടിയേ. ഇനി ഒരു കാര്യം ചെയ്യും, ഇവിടെ തൊട്ടാണ് കളി തുടങ്ങുന്നത്. ലെഫ്റ്റിലും റൈറ്റിലും നാച്ചുറൽ ലോഗ് എടുക്കുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും? എൽ എൻ ഓഫ് 1 പ്ലസ് യു ഈക്വൽ ടു എൽ എൻ ഓഫ് എ റൈസ് ടു ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു വരും. ഈ റൈറ്റിൽ കിടക്കുന്നുണ്ടോ എൽ എൻ ഓഫ് എ റൈസ് ടു ഡെൽറ്റ എക്സ്? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ എക്സ് ഇൻറ്റു എൽ എൻ ഓഫ് എ. അതിന്റെ കാര്യം എന്താ? കാരണം എൽ എൻ ഓഫ് എ റൈസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻറ്റു എൽ എൻ ഓഫ് എ എന്നാണല്ലോ ഫോർമുല. അപ്പം ഇതും ആ കാണുന്ന ഫോർമാറ്റിൽ കിടക്കുവാണല്ലോ. അപ്പം നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം ഇനി ഡെൽറ്റ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ എൽ എൻ ഓഫ് എ അപ്പുറത്തോട്ട് പറഞ്ഞോട്ടൂടെ. അപ്പൊ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എൽ എൻ ഓഫ് 1 പ്ലസ് യു ഡിവൈഡ് ബൈ എൽ എൻ ഓഫ് എ എന്ന് കിട്ടിയേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ എക്സും കിട്ടി. ഡെൽറ്റ എക്സ് ആരെ ഇവിടെ? ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററെ നമ്മൾ ഓൾറെഡി യു എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ മൊത്തത്തിന് യുവിന്റെ ടൈമിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെ? ന്യൂമറേറ്ററെ യു ആക്കും, ഡിനോമിനേറ്ററെ ഡെൽറ്റ എക്സിനെ എന്ത് ഈ വാല്യൂ ആക്കും. അവിടെ മറന്നു പോയില്ലാത്തൊരു കാര്യമുണ്ട്, ഡെൽറ്റ എക്സിനെ. ഓക്കെ, ഇവിടെയും ഒരു ഡെൽറ്റ എക്സ് ഉണ്ട്. ഇവിടെ കണ്ടോ? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. നമ്മൾ ഇതിനെ എല്ലാം യുയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പം ഈ കാണുന്ന ഡെൽറ്റ എക്സിനെ ഷിഫ്റ്റ് ചെയ്യണം. മനസ്സിലായില്ല? അത് തെറ്റിപ്പോവും. ഓക്കെ, അതെപ്പോഴും ഓർക്കണം. എന്നാണ്ട് ഇവിടെ കണ്ടില്ലേ, നമ്മൾ ലിമിറ്റ് യു ടെൻസ് ടു 0 എന്നാക്കി. അതെങ്ങനെ ആക്കി ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി നമ്മൾ ഇവിടെ എന്താ ചെയ്തു വെച്ചേക്കുന്നത്? എ റേസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1നെ നമ്മൾ എന്താക്കി? യു എന്ന് വിളിച്ച്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, അതായത് ഡെൽറ്റ എക്സ് ഈ കാണുന്ന ഈ ഇക്വേഷൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യു ഈക്വൽ ടു എ റേസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1. അപ്പൊ ഇവിടുത്തെ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, അതായത് ഡെൽറ്റ എക്സ് 0യോട് അടുത്തോണ്ടിരിക്കുമ്പോൾ ഈ കാണുന്ന കംപ്ലീറ്റ് ടേം ഉണ്ടല്ലോ എ റേസ് ടു ഡെൽറ്റ എക്സ്, അത് 1നോടാണ് 1 ആവും. അതായത് എ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താ? 0. ഓക്കെ, ഇവിടെ പറയുന്നത് ഡെൽറ്റ എക്സ് 0യോട് അടുത്തോണ്ടിരിക്കുക. ഡെൽറ്റ എക്സ് 0യോട് അടുത്തോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഓൾമോസ്റ്റ് എ റേസ് ടു 0യോട് അടുത്തോണ്ടിരിക്കുക. എ റേസ് ടു എന്നിനെ എ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 0. സോ ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഈ കാണുന്ന എ റേസ് ടു ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന വാല്യൂ ടെൻസ് ടു 1 ആവും. അപ്പോൾ എന്നിട്ട് യു ഈക്വൽ ടു 1 മൈനസ് 1 ആവും. യു ടെൻസ് ടു 0. മനസ്സിലായോ? ഒരു ലോജിക്ക് നിങ്ങൾക്ക് കത്തില്ല. അതായത് ഡെൽറ്റ എക്സ് 0യോട് അടുക്കുമ്പോൾ നമ്മുടെ യുവും 0യോട് അടുക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0നെ റീപ്ലേസ് ചെയ്ത് ലിമിറ്റ് യു ടെൻസ് ടു 0 എന്ന് എഴുതാം. ഇനി കണ്ടേ, ഈ കാണുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്കറിയാവുന്ന യുവിന്റെ ടേമിലോട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഇങ്ങിയിരിക്കും. ലിമിറ്റ് യു ടെൻസ് ടു 0 യു ഡിവൈഡ് ബൈ എൽ എൻ ഓഫ് 1 പ്ലസ് യു ഡിവൈഡ് ബൈ എൽ എൻ ഓഫ് എ. ഓക്കെ, അതായത് ആ ഡെൽറ്റ എക്സിന്റെ ഡിനോമിനേറ്റർ. ഇനി ഒരു കാര്യം ചെയ്യാം, ഈ എൽ എൻ ഓഫ് എ എടുത്ത് മേളിൽ കൊണ്ടുവന്നിടാം. അപ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് യു ടെൻസ് ടു 0 എൽ എൻ ഓഫ് എ ഇൻറ്റു യു ഡിവൈഡ് ബൈ എൽ എൻ ഓഫ് 1 പ്ലസ് യു. അപ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചു, ഇത് ലിമിറ്റ് യു ടെൻസ് ടു 0, അതായത് യുവിന്റെ ടേമിലാണ് ഈ ലിമിറ്റ് കിടക്കുന്നത്. അപ്പൊ യുവിന്റെ ടേമിലുള്ള അല്ലാത്ത എല്ലാവരും നമുക്ക് വലിച്ചു വെളിയിടാം. ഇവിടെ എൽ എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എയുടെ ടേമിലാണ് കിടക്കുന്നത്. അപ്പൊ എൽ എൻ ഓഫ് എ പിടിച്ച് നമ്മൾ വലിച്ചു വെളിയിട്ട് ഇനി ലിമിറ്റ് അകത്തുള്ള ഇത്രയും പേർക്ക് മാത്രം മതി. അപ്പോൾ എൽ എൻ ഓഫ് എ ഇൻറ്റു ലിമിറ്റ് യു ടെൻസ് ടു 0 യു ഡിവൈഡ് ബൈ എൽ എൻ ഓഫ് 1 പ്ലസ് യു എന്ന് കിട്ടി. ഇത്രയും കിട്ടിയേ. ഓക്കെ, ഇനിയാണ് ശരിക്കും സാധനം. ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഇതുപോലെ റീഅറേഞ്ച് ചെയ്ത് എഴുതണമെന്നൊന്നുമില്ല. എന്തായാലും വേണം ഇത്രയും പാർട്ടുണ്ടല്ലോ, ഇതുവരെ മാത്രം വെച്ചേക്കുക. ഓക്കെ, ഇനി ഒരു വലിയൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. അതായത് ലിമിറ്റ് യു ടെൻസ് ടു 0 എൽ എൻ ഓഫ് 1 പ്ലസ് യു ഡിവൈഡ് ബൈ യു ഈക്വൽ ടു 1. ഇതെങ്ങനെ വന്നു? അതായത് ഈ കാണുന്ന ഈ സാധനം, ഓക്കെ, അല്ലെങ്കിൽ ഈ കാണുന്ന ഈ സാധനം എങ്ങനെ 1 എന്ന് പറഞ്ഞു? അതാണ് ഇവിടുത്തെ കീ. അത് കിട്ടിയ ഇനി ബാക്കി അങ്ങോട്ട് എല്ലാം എളുപ്പം. അതായത് വിഷ്വലി കാണിച്ചു തരാം. ഇതെന്താണ്? ഇതാണ് നമ്മുടെ
ഫംഗ്ഷൻ ഈ കാണുന്ന കർവ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതാ ഈ കാണുന്ന കറക്റ്റ് എക്സാക്ട് കർവ് ഒന്ന് ഓർത്തു നോക്കിയേ. തൊട്ടു മുമ്പേ നമ്മൾ കണ്ട കർവ് അല്ലേ? എന്തിന്റെ? കണ്ടേ ഈ കർവ് തന്നെയല്ലേ അത്? ഈ കാണുന്ന ഫസ്റ്റ് ക്വാഡ്രന്റിൽ കാണുന്ന ഇതേ കർവ് തന്നെയല്ലേ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? സോ എന്താണ് ഈ കർവ്? അതായത് 1/t അല്ലെങ്കിൽ 1/x. ഓക്കെ, അതിന്റെ കർവാണിത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താ? ഈ കർവിന്റെ അണ്ടറിലുള്ള ഏരിയയാണ് നാച്ചുറൽ ലോഗ്. അതായത് നാച്ചുറൽ ലോഗിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന 1/x അല്ലെ 1/t എന്ന് പറഞ്ഞ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് എവിടുന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 ഓക്കെ, എക്സ് അല്ലെങ്കിൽ ടി സ്റ്റാർട്ടിങ് ഫ്രം 1 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം എക്സാക്ട്ലി പറഞ്ഞാൽ ഞാൻ ഇത് സ്ലൈഡ് ചെയ്താൽ ഈ കാണുന്ന ഏരിയ അണ്ടർ കർവ് ഉണ്ടല്ലോ, ഓക്കെ, ഈ 1 തൊട്ട് ഈ കാണുന്ന ഈ ബ്ലൂ ഷെയ്ഡഡ് ഏരിയ ഉണ്ടല്ലോ, ഇതാണ് ആക്ച്വലി നമ്മുടെ നാച്ചുറൽ ലോഗ്. ഓക്കെ, നാച്ചുറൽ ലോഗ് എന്ന് ഡിഫൈൻ ചെയ്തേക്കുന്ന എക്സാക്ട് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഏരിയ ആണ്. ഓക്കെ, ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന 1 ഓക്കെ, ഞാൻ അവിടുന്ന് ഒരു യു ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മാറി നോക്ക്. അപ്പം എൻ്റെ ആ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് എന്താ? 1 + u. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുക ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ഏരിയ എന്തോന്നാ? എന്താന്ന് ചോദിച്ചാൽ സിമ്പിളാ, ln of 1 + u അല്ലേ? അതായത് നമ്മൾ ഇതാ നോക്ക്, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതാണ് എൻ്റെ f(t) എങ്കിൽ ഓക്കെ, ഇതെന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എയും ഇതെന്റെ എൻഡിങ് പോയിന്റ് എക്സും ആണെങ്കിൽ ഇത്രയും ഇന്റർവെല്ലിലുള്ള ഈ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ g(x) ആണ്, ക്യാപിറ്റൽ g(x). ഓക്കെ, കാരണം ഈ ക്യാപിറ്റൽ g(x) ആണ് ഈ ഏരിയ അണ്ടറിലെ ഈ കാണുന്ന കർവിന്റെ അണ്ടറിലെ ഏരിയ എന്ന് വന്ന് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അല്ല ഞാൻ എക്സ് സ്ലൈഡ് ചെയ്താൽ ഇവിടം വരെ എത്തിച്ചിട്ട് ഇവിടം വരെയുള്ള ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ക്യാപിറ്റൽ g(x). അല്ല ഞാൻ ഇവിടുത്തെ ഈ എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് മാറ്റിയിട്ട് എച്ച് എന്ന് പറഞ്ഞിട്ട ഇവിടം വരെയുള്ള ഏരിയ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ g(h). അതേ കോൺസെപ്റ്റ് തന്നെ. ഓക്കെ, ഇവിടെ അതിന് പകരം എന്താ? 1 + u എന്നാ ആ കോർഡിനേറ്റിന്റെ പേര്. അപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റ് 1 തൊട്ട് ഇവിടം വരെയുള്ള നമ്മുടെ ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ ln of 1 + u. കാരണം ഇവിടുത്തെ ഈ എക്സാക്ട് പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് ആരാ? 1 + u. അപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ഇവിടം വരെയുള്ള ഏരിയ എന്താണെന്ന് ചോദിച്ചാൽ ln of 1 + u. ഓക്കെ, അപ്പൊ ഈ കാണുന്ന ബ്ലൂ കർവിന്റെ അണ്ടറിലെ ഏരിയ ആണ് ln of 1 + u. ഇനി ഈ കാണുന്ന യെല്ലോ ബോക്സ് കണ്ടോ? ഈ യെല്ലോ ബോക്സിന്റെ ഏരിയ എന്തോന്നാ? 1 × u. അതെങ്ങനെയാ 1 × u ആയത്? പറഞ്ഞുതരാം, സിമ്പിളാ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് 1 ആണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് 1 ഓക്കെ, അതായത് ആ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് 1, അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് വൈ കോർഡിനേറ്റ് ആരാ? 1 തന്നെ. എന്നെ കാണാൻ ഈ കർവ് എന്തോന്നാ? 1/t അല്ലെങ്കിൽ 1/x. അപ്പൊ നമുക്ക് ടിക്കോ അല്ലെ എക്സിനോ 1 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്തോന്ന് കിട്ടും? വൈ വാല്യൂ 1/1 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ സംശയം തോന്നല് നമ്മൾ എന്തുകൊണ്ടാ ടി എക്സ് എന്നൊക്കെ മാറ്റി മാറ്റി വിളിക്കുന്നതിന്? വേറെ ഒന്നുമില്ല, ടിയോ എക്സോ നമ്മൾ ഈ എക്സ് ആക്സിസിന് എന്ത് ലേബൽ ഇടുന്നോ അത്രേ ഉള്ളൂ. ഓക്കെ, അതാണ് എക്സോ ടിയോ, അത്രേ ഉള്ളൂ. നമ്മൾ ഈ എക്സ് ആക്സിസിനെ എന്ത് പേര് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. ഓക്കെ, അല്ല സംശയിക്കണ്ട. ഇവിടുത്തെ യു കണ്ട് തെറ്റിദ്ധരിക്കണ്ട. യു എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് മാത്രമാണ് യു. ഓക്കെ, അല്ലാതെ ആ പേരുകൾ തമ്മിൽ തെറ്റിദ്ധരിക്കില്ല. ഓക്കെ, ഒരു കോമൺ ആയിട്ടൊരു നോളജ് വെച്ച് തെറ്റിദ്ധരിക്കണമെന്ന് ആവശ്യമില്ല. എന്നാലും തെറ്റിദ്ധരിച്ചാൽ സംശയിക്കേണ്ട എന്ന് പറഞ്ഞതാ. ഓക്കെ, കാരണം നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു തന്ന എക്സാമ്പിളിൽ നമ്മൾ ഫംഗ്ഷനെ f(t) = 1/t എന്ന് വിളിച്ച് f(x) = 1/x എന്ന് വിളിച്ച് എല്ലാം സെയിമാ. f(t) = 1/t, f(x) = 1/x എന്ന് പറയുന്ന എക്സാക്ട്ലി സെയിം സാധനം തന്നെ. നമ്മൾ എക്സ് ആക്സിസിനെ ഒരിടത്ത് t എന്ന് ലേബൽ ചെയ്ത് ഒരിടത്ത് എക്സ് ആക്സിസിനെ x എന്ന് ലേബൽ ചെയ്ത് അത്രേ ഉള്ളു. ഓക്കെ, അപ്പം എന്ത് മനസ്സിലായി? നമുക്ക് ഈ പോയിന്റിലെ എക്സ് വാല്യൂ 1 ഈ പോയിന്റിലെ വൈ വാല്യൂ 1 എന്ന് മനസ്സിലായി. ഓക്കെ, വൈ വാല്യൂ 1 എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഹൈറ്റ് 1. മനസ്സിലായോ? അപ്പൊ ഈ കാണുന്ന ഹൈറ്റ് എന്താ? 1. ഇനി നമുക്ക് ഓൾറെഡി ഈ കാണുന്ന ലെങ്ത് അറിയാം, എന്തോന്ന്? യു. കാരണം 1 ൽ നിന്ന് യു ഡിസ്റ്റൻസ് ആ മാറി. അപ്പൊ ഈ കാണുന്ന റെക്ടാങ്കിളിന്റെ ഏരിയ എന്തോന്നാ? 1 × u. മനസ്സിലായോ? ഇനി ഒരു മാജിക് കാണിക്കട്ടെ. മാജിക് എന്താന്ന് വെച്ചാൽ സിമ്പിളാ. ഈ കാണുന്ന ബ്ലൂ പാർട്ടിന്റെ ഏരിയ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ln of 1 + u. ഈ കാണുന്ന യെല്ലോ ബോക്സിന്റെ ഏരിയ ആണ് 1 × u. ഓക്കെ, ഇപ്പൊ ഇവളുടെ തമ്മിലുള്ള ഏരിയയുടെ ഡിഫറൻസ് നോക്ക്.
ഈ കാണുന്ന ബ്ലൂ പാർട്ടിന്റെ ഏരിയ അല്ലല്ലോ ഈ കാണുന്ന യെല്ലോ പാർട്ടിന്റെ ഏരിയ. കാരണം ഈ കാണുന്ന ബ്ലൂ പാർട്ടിന്റെ ഏരിയയെക്കാട്ടിലും കൂടുതലാണല്ലോ ഈ കാണുന്ന യെല്ലോ പാർട്ടിന്റെ ഏരിയ. ഇനി ഞാൻ യുവിന്റെ ഡിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവന്ന് വെച്ചോ. ഓക്കെ, അതാണ് ഇങ്ങനെ കുറയുന്നത്. ഇപ്പൊ നോക്ക്, നേരത്തെ ഇത്രയും ഉണ്ടായിരുന്നപ്പം ഇവർ തമ്മിലുള്ള ഏരിയയുടെ ഡിഫറൻസിനെക്കാട്ടിലും കുറവല്ലേ ഇപ്പൊ ഇവർ തമ്മിലുള്ള ഏരിയയുടെ ഡിഫറൻസ്. ഓക്കെ, ഇപ്പൊ ദാ നോക്ക്, ഈ രണ്ടു പേർക്കും ഓൾമോസ്റ്റ് ഇത്ര ഏരിയ എക്സാക്ട് ഉണ്ട്. ഇനി ആകെപ്പാടെ ഡിഫറൻസ് ഉള്ളത് ഇത്രയും പാർട്ട് മാത്രം. കണ്ടോ? പക്ഷെ നേരത്തെ യു ഭയങ്കര കൂടുതലായിരുന്നപ്പോ നോക്ക്, ഏതാണ്ട് ഇത്രയും പാർട്ടിന്റെ ഡിഫറൻസ് ഉണ്ട് അവർ തമ്മിൽ. കണ്ടോ? ഇത്രയും പാർട്ടിന്റെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഞാൻ യുവിനെ ഒരുപാട് കുറച്ച് കൊണ്ടുവന്നപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു വന്ന്. അങ്ങനെ ഞാൻ യുവിനെ വീണ്ടും ഒരുപാട് കുറച്ച് കൊണ്ടുവന്ന ഇപ്പൊ നോക്ക്, കണ്ടേ? അവർ തമ്മിലുള്ള ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. കണ്ടോ? ഇനി ഞാൻ യുവിനെ വീണ്ടും കുറയ്ക്കുക. ഓക്കെ, ഒരുപാട് കുറച്ചതാണ്ട് നോക്ക്, ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അതായത് ഇപ്പൊ നോക്ക്, ഇപ്പം ആ ബ്ലൂ പാർട്ടിന്റെ ഏരിയയും യെല്ലോ ബോക്സിന്റെ ഏരിയയും ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആയിട്ട് തോന്നില്ലേ? മനസ്സിലായി? അതായത് യു സീറോയോട് അടുക്കുമ്പോൾ, ഓക്കെ, ആസ് യു ടെൻസ് ടു സീറോ, ഏരിയ ഓഫ് ദിസ് എന്ത് ഈ ബ്ലൂ പാർട്ട് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ഏരിയ ഓഫ് ദിസ് യെല്ലോ ബോക്സോ. ഓക്കെ, അതായത് ആസ് യു ടെൻസ് ടു സീറോ, ഏരിയ ഓഫ് ദിസ് ബ്ലൂ പാർട്ട് will be almost similar to area of this yellow box. ഒരു ഐഡിയ കിട്ടിയേ? അപ്പൊ എന്തൊക്കെയാ നമ്മളിവിടെ മനസ്സിലാക്കി? യു ടെൻസ് ടു സീറോ ആണെങ്കിൽ ഈ കാണുന്ന നീല പാർട്ടിന്റെ ഏരിയ ഈ കാണുന്ന യെല്ലോ ബോക്സിന്റെ ഏരിയയോട് സെയിം ആവും. നീല പാർട്ടിന്റെ ഏരിയ എന്തോന്നാ? ln of 1 plus u ആന്നേ. യെല്ലോ ബോക്സിന്റെ ഏരിയ എന്തോന്നാ? യു. സോ ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചാൽ എന്താ ആക്ച്വലി? ആസ് യു ടെൻസ് ടു സീറോ, ഓക്കെ, ln of 1 plus u is almost similar to u. കാരണം ln of 1 plus u എന്ന് പറയുന്നതാണ് ബ്ലൂ പാർട്ടിന്റെ ഏരിയ, യു എന്ന് പറയുന്നതാണ് യെല്ലോ പാർട്ടിന്റെ ഏരിയ. നമ്മൾ ഓൾറെഡി കണ്ടു യു ടെൻസ് ടു സീറോ ആയാൽ രണ്ടിന്റെ ഏരിയ ഓൾമോസ്റ്റ് സെയിം ആവും. ഓക്കെ, ഇപ്പൊ എന്ത് മനസ്സിലായി? യു ആസ് യു ടെൻസ് ടു സീറോ, യു ഈക്വൽ ടു ln of 1 plus u, അല്ലെങ്കിൽ യു ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ln of 1 plus u. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? യു ഓൾമോസ്റ്റ് സിമിലർ ടു 1 plus u, അല്ലെങ്കിൽ യു ഈക്വൽ ടു 1 plus u, അങ്ങനെ തന്നെ പറയാം. ഇത് നേരെ അതിൽ കൊണ്ടത് ഇവിടെ വാ. ഇവിടെ എന്താ? ln of 1 plus u ഡിവൈഡ് ബൈ യു എന്നാണ് വന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആസ് യു ടെൻസ് ടു സീറോ ln of 1 plus u എന്ന് പറയുന്നത് യു ആവുമെന്ന്. സോ ഈ കാണുന്ന എൻ്റയർ ഫാക്ടർ 1 ആയി പോകത്തില്ലേ? കാരണം ആസ് യു ടെൻസ് ടു സീറോ ഈ മേളിൽ കാണുന്ന സാധനം യു ആയി പോകും. സോ ln of ലിമിറ്റ് യു ടെൻസ് ടു സീറോ ln of 1 plus u ഡിവൈഡ് ബൈ യു എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിൽ കിടക്കുന്ന സാധനം യു ആയി പോകും. ഓക്കെ, പിന്നെ താഴെ ഡിനോമിനേറ്ററിൽ യു തന്നെ. രണ്ട് സെയിം വാല്യൂ, രണ്ടും കട്ട് ചെയ്തിട്ട് എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ, അപ്പൊ എന്ത് പറ്റി? ഈ സാധനം 1 ആണ്. അത് നേരെ കൊണ്ടുവന്നാൽ നമ്മൾ ഇവിടെ നിർത്തി ഈ പാർട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ln of a ഇൻറ്റു ലിമിറ്റ് യു ടെൻസ് ടു സീറോ യു ഡിവൈഡ് ബൈ ln of 1 plus u എന്ന് പറയുന്നതിൽ ഇത്രയും പാർട്ട് 1 ആയി പോയി. പിന്നെ നമ്മുടെ കയ്യിൽ ആരുണ്ട് ബാക്കി? ln of a കിട്ടി. വി ക്രാക്ഡ് ഇറ്റ്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ എ റൈസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1 ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന സാധനം ഈക്വൽ ടു ln of a എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അതായത് ബേസിക്കലി നമ്മൾ പ്രൂവ് ചെയ്ത എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് എ റൈസ് ടു എക്സ് ഈക്വൽ ടു എ റൈസ് ടു എക്സ് ഇൻറ്റു ln of a. കഴിഞ്ഞു. ഓക്കെ, നമ്മളിവിടെ പ്രൂവ് ചെയ്ത ഈ ക്യാപിറ്റൽ എ ഓഫ് ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ എ റൈസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1 ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 1 ആണ്. മീൻസ് എന്ത് ln of a ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. തീർന്നു. ഓക്കെ, ഇനി ചെറിയൊരു സാധനവും കൂടെ. ഇത് വേറൊന്നുമില്ല, നമ്മൾ നാച്ചുറൽ ലോഗ് പഠിച്ചപ്പോൾ അതിന്റെ ഒരു പ്രോപ്പർട്ടി പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്താ? ln of a raised to n ഈക്വൽ ടു n ഇൻറ്റു ln of a. ഈ പ്രോപ്പർട്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതെങ്ങനെ വന്നു എന്ന് കാണിക്കാൻ പോവാം. ഓക്കെ, നമുക്ക് ഏറ്റവും ആദ്യം അറിയുന്ന കാര്യം എന്താ? ln of a ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ എ റൈസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1 ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പേ ചെയ്ത കാര്യമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ എ കിടക്കുന്നിടത്തെല്ലാം എ റൈസ് ടു എൻ വെച്ചൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതായത് ബേസിക്കലി ln of എക്ക് വരെ നമ്മൾ ln of എ റൈസ് ടു എൻ കണ്ടുപിടിക്കാൻ പോകാം. അപ്പോൾ എന്ത് വരും? ln of എ റൈസ് ടു എൻ ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ എ റൈസ് ടു എൻ ഹോൾ റൈസ് ടു ഡെൽറ്റ എക്സ് മൈനസ് 1 ബൈ ഡെൽറ്റ എക്സ്. കാരണം ബേസിക്കലി എ കിടന്നിടത്തെല്ലാം നമ്മൾ എ റൈസ് ടു എൻ ആക്കി. നമുക്കൊരു കാര്യം അറിയാം, എ റൈസ് ടു എൻ ഹോൾ റൈസ് ടു ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എൻ ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തോ?
ln of a raised to n equal to limit delta x tends to 0 a raised to n into delta x minus 1 by delta x. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ n into delta x കണ്ടോ, നമുക്ക് ഇതിനെ u എന്ന് പറഞ്ഞ് വിളിക്കാം. ഓക്കെ, അതായത് ലെറ്റ് u ഈക്വൽ ടു n into delta x എന്ന് നമുക്ക് വിളിക്കാം. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താലോ. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 നമ്മൾ യു വെച്ചാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ കാണുന്ന ഡെൽറ്റ എക്സിന്റെ ലിമിറ്റിനെ യുവിന്റെ ടേമിലോട്ട് മാറ്റണം. അതെങ്ങനെ മാറ്റും? നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താ, ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്താ, യു ഈക്വൽ ടു എൻ ഇൻറ്റു ഡെൽറ്റ എക്സ്. അപ്പം ഈ ആർ എച്ച് എസ് കാണുന്ന ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആയി കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റിലും റൈറ്റ് സൈഡിലുള്ള ഭാഗം ടെൻസ് ടു 0. സോ യു ടെൻസ് ടു 0, അതായത് ബേസിക്കലി പറഞ്ഞാൽ ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 യു ഓൾസോ ടെൻസ് ടു 0. സോ നമുക്ക് അതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതാം? ln of a raised to n equal to limit u tends to 0 a raised to u minus 1 by u by n. u by n എന്താ? കാരണം u ഈക്വൽ ടു n into ഡെൽറ്റ എക്സ് ആണെങ്കിൽ ഡെൽറ്റ എക്സ് എന്തായിരിക്കും? u by n. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ n നെ എടുത്ത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മേളിൽ കൊണ്ടിടാം. അപ്പോൾ എന്ത് കിട്ടി? ln of a raised to n equal to limit u tends to 0 n into a raised to u minus 1 by u. ഈ n കണ്ട, ഈ n യു ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. ഓക്കെ, അപ്പൊ ഈ n നെ നമുക്ക് ഈ ലിമിറ്റിന് വെളിയിൽ വലിച്ചിടാം. അപ്പൊ എന്ത് കിട്ടും? ln of a raised to n equal to n into limit u tends to 0 a raised to u minus 1 by u. ഈ ആളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഈ ആളല്ലേ ln of a. അപ്പം ഇതെങ്ങനെ ln of a എന്ന് ചോദിക്കില്ലേ? കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞ എന്താ, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 a raised to ഡെൽറ്റ എക്സ് മൈനസ് 1 ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ln of a എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇവിടെ ഡെൽറ്റ എക്സിന് പകരം ഈ ഇക്വേഷനിൽ എല്ലായിടത്തും യു എന്നേ ഉള്ളു. ഓക്കെ, സോ ലിമിറ്റ് യു ടെൻസ് ടു 0 എ റേസ് ടു മൈനസ് 1 ബൈ യു എന്ന് പറയുന്നത് ln of a തന്നെ. എന്ത് കിട്ടി? ln of a റേസ് ടു n ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? n ഇൻറ്റു ln of a. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്തത് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതായത് എപ്പോഴും നമ്മൾ ഈ നാച്ചുറൽ ലോഗ് കാണുമ്പോൾ അതിന്റെ കൂടെ ചുറ്റിപ്പറ്റി ഒന്നി നമ്മുടെ എക്സ്പോണന്റ് ഫംഗ്ഷൻ ഇ കാണും, അല്ലെങ്കിൽ ഇയെ ചുറ്റിപ്പറ്റി എപ്പോഴും നമ്മുടെ നാച്ചുറൽ ലോഗ് കാണും. അല്ല നമ്മൾ എപ്പോഴും പറയും നാച്ചുറൽ ലോഗ് മാറ്റാനായിട്ട് നമ്മൾ അതിന്റെ എക്സ്പോണന്റ് എടുക്കും. ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുക്കും. അപ്പൊ നമ്മൾ എന്തെടുക്കും? x ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ എന്ന് പറയും. അതായത് റൂട്ടും സ്ക്വയറും എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നതിന്റെ കൂട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സപ്പോസ് ln ഓഫ് എക്സ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞൊരു വാല്യൂ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എക്സ്പോണന്റ് ഓഫ് പി എന്ന് പറയും. മനസ്സിലായത്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നതിന്റെ കൂട്ട്. സോ ആക്ച്വലി എന്താണ് എക്സ്പോണന്റ് എന്താണെന്ന് അറിയാം. നമ്മൾ ഇത്രയും നേരം ലോഗ് പറഞ്ഞു വന്നല്ലോ, എന്നാൽ അതുകൂടെ അങ്ങ് പറഞ്ഞ് തീർത്തിട്ട് പോവാം. ഓക്കെ, ഈ ഏറ്റവും ആദ്യം കിടക്കുന്ന ln ഓഫ് ഇ എന്ന് പറഞ്ഞ സാധനം കണ്ടോ? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ln ഓഫ് ഇ എന്ന് പറയുന്ന 1 ആണെന്ന്. ഇതിന്റെ ആക്ച്വൽ മീനിങ് എന്താ? ആക്ച്വൽ മീനിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളാ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നാച്ചുറൽ ലോഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ എന്ത്, ഏരിയ അണ്ടർ ദ കർവാണ്. ഓക്കെ, അതായത് ഇതാണല്ലോ നമ്മുടെ എന്ത് 1/x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എ. അത് നാച്ചുറൽ ലോഗിന്റെ കേസിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എ എന്ന് പറയുന്നത് 1 ആണ്. സോ ln ഓഫ് എക്സ് എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ ആ ഈ കാണുന്ന 1/x എന്ന് പറഞ്ഞ കർവിന്റെ അണ്ടറിൽ ഏരിയ. മനസ്സിലായ? ഇപ്പം ഇവിടെ എ ഈക്വൽ ടു 1 ആണല്ലോ, എന്റെ എൻഡിങ് പോയിന്റ് എക്സ് ഇതാന്ന് വെച്ചോ എക്സ്. അങ്ങനെയാണെങ്കിൽ ln ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇത്ര ഏരിയ. അല്ല ഞാൻ ഇനി ഇപ്പൊ ഇച്ചിരി കൂടെ ഷിഫ്റ്റ് ചെയ്യാം, ഇതാ എന്റെ എൻഡിങ് പോയിന്റ് എങ്കിൽ ln ഓഫ് ഇതാ എന്റെ എൻഡിങ് പോയിന്റ് എക്സ് എങ്കിൽ ln ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇത്ര ഏരിയ. ഓക്കെ, മനസ്സിലായത്? ln ഓഫ് എക്സ് എന്ന് ആക്ച്വലി പറഞ്ഞ ഏരിയ ആണ്, ഏരിയ അണ്ടർ ദ കർവ് ആണ്. ഓക്കെ, ഇനി നമ്മളിവിടെ കണ്ടെന്താ ln ഓഫ് ഇ ഈക്വൽ ടു 1. അതിന് ശരിക്കും അർത്ഥം എന്താണെന്നറിയാം? അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് 1 ആണല്ലോ ഈ കാണുന്ന, ഞാൻ അവിടെ നിന്ന് ഒരു യു ഡിസ്റ്റൻസ് സ്ലൈഡ് ചെയ്ത് ഇങ്ങി വരിക. ഞാൻ വന്ന് എവിടെ നിന്ന് 1.71 എന്ന് പറഞ്ഞൊരു പോയിന്റ് വന്നിരുന്നു. മീൻസ് 1.71 അല്ല, യു ഈക്വൽ ടു 1.71 എന്ന് പറഞ്ഞൊരു വാല്യൂ വന്ന്. അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത 1 കാരണം നമുക്കറിയാം നാച്ചുറൽ ലോഗ് 1 സ്റ്റാർട്ട് ചെയ്യും. അവിടുന്ന് ഒരു യു ഡിസ്റ്റൻസ് 1.71 വന്ന്. അപ്പൊ ഈ നിൽക്കുന്നതിന്റെ എൻ പോയിന്റിന്റെ ആക്ച്വൽ പോയിന്റ് എത്ര? 2.71 അല്ലേ? കാരണം ഇത് 1 ആണ്, ഇവിടുന്ന് 1.71 ഡിസ്റ്റൻസ് മാറി ഇവിടെ വന്ന ഇത് 2.71.
ഈ 2.71 എന്ന് പറഞ്ഞ വാല്യൂ കണ്ടിട്ടുണ്ടോ? അതായത് ഇയുടെ വാല്യൂ. ഓക്കെ, ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് 2.718 ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. പക്ഷെ ഫോർ ദ സിംപ്ലിസിറ്റി നമുക്ക് 2.71 എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ ഈ വന്ന് നിൽക്കുന്ന ഈ പോയിന്റ് ഏതാ? ഇ എന്ന് പറയുന്ന പോയിന്റ് അല്ലേ? സോ ഇവിടെ ആക്ച്വലി ln ഓഫ് ഇ എന്ന് പറയുന്നത് ആക്ച്വലി മീൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഇത്ര ഏരിയ. മനസ്സിലായോ? ഈ കാണുന്ന കറക്റ്റ് ഇത്ര ഏരിയ. കാരണം ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഇ ഇല്ല. ഓക്കെ, അതായത് ബേസിക്കലി എൻ്റെ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു, ഒരു യു ഡിസ്റ്റൻസ് മാറി ഇപ്പോൾ തിരുപ്പുണ്ട്. പക്ഷെ ഞാൻ യു എന്ന് പറയുന്ന വാല്യൂ സ്ട്രെച്ച് ചെയ്ത് 1.71 വരെ എത്തിയാൽ ഇപ്പൊ ഞാൻ കറന്റ്ലി നിൽക്കുന്ന എൻ്റെ എക്സ് വാല്യൂ. ഓക്കെ, ഈ എക്സ് ആക്സിസ് ആണല്ലോ. എക്സ് ആക്സിസിൽ ഈ എൻ്റെ എൻഡിങ് പോയിന്റ് എക്സ് വാല്യൂ എന്ന് പറയുന്നത് 2.71 ആണ്. അതാണ് ഇ. അങ്ങനെയാണെങ്കിൽ ln ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് ഇത്ര ഏരിയ ആണ്. ഓക്കെ, എന്താണ് ഈ ഏരിയ? ഞാൻ ഒന്ന് റീഫാക്ടർ ചെയ്യട്ടെ. നമ്മൾ മീൻ വാല്യൂ തിയറി ഒരു കാര്യം വന്നിട്ടില്ലായിരുന്നോ? നമുക്ക് ഏത് കോംപ്ലിക്കേറ്റഡ് കർവിനെ നമുക്ക് ഒരു റെക്റ്റാങ്കിളിലോട്ട് മാറ്റാം. ഓക്കെ, ആ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് സെയിം ആയിരിക്കും, അല്ല ഹൈറ്റ് എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ആയിരിക്കും അല്ലേ? ഓക്കെ, മീൻ വാല്യൂ തിയറി അറിയത്തില്ല, മീൻ വാല്യൂ തിയറി വിട്ടില്ല, കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഞാൻ എന്താണ് ln ഓഫ് ഇ എന്നല്ല സിമ്പിൾ ആയിട്ട് പറയാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു ln ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഏരിയ ആണ്. ഈ കാണുന്ന ഏരിയ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫോം ചെയ്താലോ? നമുക്ക് ഇതിനെ കുറച്ച് മാജിക് കാണിക്കാം. നമുക്ക് ആദ്യം ഇവനെ മേലോട്ട് വെക്കാം, എന്നിട്ട് ഒരു ട്രയാങ്കിൾ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാം, എന്നിട്ട് സ്ലൈഡ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ട് ഇങ്ങോട്ട് വെച്ച്. നിങ്ങൾക്ക് എന്താ ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലായി ശരിക്കും എന്താണ്? അതായത് ഞാൻ ഈ കാണുന്ന ഏരിയ ലിഫ്റ്റ് ചെയ്ത് മേളിൽ എത്തിക്കാൻ പോവാം, എന്നിട്ട് അതിൻ്റെ വാട്ടർ കോളായിട്ട് ചിന്തിക്കാൻ പോവാം, എന്നിട്ട് ഞാൻ ഈ വാട്ടർ കോളത്തെ റിലീസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും? ആ ഉള്ള വാട്ടർ കോളർ റീഅറേഞ്ച് ചെയ്ത റെക്റ്റാങ്കിൾ ആവും. ആ റെക്റ്റാങ്കിളിനെ ഞാൻ വേറൊരു പെട്ടിയിലോട്ട് ഒഴിക്കാൻ പോവാം. ഓക്കെ, റെക്റ്റാങ്കിളിനെ എൻ്റർലി ഒരു പെട്ടിയിൽ ഒഴിച്ച് നിറയ്ക്കാൻ പോവാം. അതായത് ശ്രദ്ധിച്ച് നോക്കണം, ലിഫ്റ്റ് ചെയ്തു, റീഅറേഞ്ച് ചെയ്തു, എൻ്റർലി ഒഴിച്ചു. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്താ കണ്ടത്? അതായത് ഈ കാണുന്ന എൻ്റർ ഏരിയയെ ഞാൻ റീഅറേഞ്ച് ചെയ്ത് വേറൊരു ഷേപ്പിലോട്ട് മാറ്റിയത്. ഷേപ്പിലോട്ട് മാറ്റുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്ത്. ഞാൻ എന്താ ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ യു ഈക്വൽ ടു 1.71 യു ഈക്വൽ ടു 1 മാറി. ശ്രദ്ധിച്ച് നോക്ക്, ലിഫ്റ്റ് ചെയ്തു, റീഅറേഞ്ച് ചെയ്തു, വീണ്ടും അത് താപ്പോട്ട് ഒഴിക്കുന്നത് നമ്മൾ ഞാൻ 1 മാറിയിട്ടാണ് ഒഴിച്ചത്. സോ ഈ കാണുന്ന ഈ ബോക്സിന്റെ ഏരിയയും നമ്മുടെ ഈ കാണുന്ന ഈ ബ്ലൂ പാർട്ടിന്റെ ഏരിയയും സെയിം ആണ്. ഓക്കെ, ഞാൻ ഈ കാണുന്ന ഏരിയ മേലോട്ട് ലിഫ്റ്റ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്താണ് നമ്മൾ ഈ കാണുന്ന മഞ്ഞപ്പെട്ടി പോലെ ആക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ എന്താണ് ഈ കാണുന്ന ഇതേ ഏരിയ തന്നെയാണ് നമ്മൾ ആ കാണുന്ന യെല്ലോ ബോക്സിലെ ഏരിയ. ഓക്കെ, സെയിം ഏരിയ. ഞാൻ നിങ്ങളെ വിഷ്വലി കാണിച്ചതേ ഉള്ളൂ. റീഅറേഞ്ച് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നോക്ക്, നമുക്ക് ഓൾറെഡി അറിയാം സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്തോന്നാ? എ എന്ന് പറഞ്ഞാൽ 1. നമ്മുടെ ഫംഗ്ഷൻ ആരാ? 1/x. എക്സ് ഈക്വൽ ടു 1 ആണ്. അവിടുത്തെ കറസ്പോണ്ടിങ് വൈ വാല്യൂ ആരായിരിക്കും? 1/1. 1 തന്നെ. ഓക്കെ, സോ ഈ കാണുന്ന ഹൈറ്റ് എന്ന് പറയുന്ന 1 നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ കാണുന്ന ഹൈറ്റ് എന്ന് പറയുന്ന 1 ആണെങ്കിൽ, ഓക്കെ, അതായത് ഈ കാണുന്ന ഹൈറ്റ് എന്ന് പറയുന്ന 1 ആണെങ്കിൽ ഇവിടുത്തെ വിഡ്ത്ത് എന്തോന്നാ? 1. ആണ്ടേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു യു ഈക്വൽ ടു 1. അങ്ങനെയല്ലേ നമ്മൾ അറേഞ്ച് ചെയ്തേ. സോ ഈ കാണുന്ന ബ്ലൂ ബോക്സിന്റെ ഈ കാണുന്ന ഈ ബ്ലൂ ബോക്സിന്റെ ഏരിയ എന്തോന്നാ? 1. കാരണം ഒരു സ്ക്വയറിന്റെ ഏരിയ എന്തോന്നാ? ലെങ്തിന്റെ ബ്രെഡ്ത്ത്. അല്ലെ സിമ്പിളി റെക്ടാങ്കിളിന്റെ ഏരിയ എന്താ? ലെങ്തിന്റെ ബ്രെഡ്ത്ത്. ഇവിടുത്തെ ലെങ്ത് ആരാ? 1. അല്ലെ ബ്രെഡ്ത്ത് ആരാ? 1. അപ്പൊ 1 × 1. സോ ബേസിക്കലി ഇതാണ് ln ഓഫ് ഇ. ഇപ്പൊ നോക്ക്, ഇത് നമുക്ക് എന്താ കിട്ടിയേ? 1 എന്നല്ലേ കിട്ടിയേ? നമ്മളിവിടെ പറഞ്ഞു വെച്ചോണ്ടിരിക്കുന്നത് എന്താ? ln ഓഫ് ഇ ഈക്വൽ ടു 1 ആണ്. ഇതാണ് അതിന്റെ ആക്ച്വൽ ജിയോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, അതായത് ഈ കാണുന്ന ഏരിയയുടെ ആക്ച്വൽ വാല്യൂ 1 തന്നെയാണ്. പക്ഷെ എനിക്ക് നിങ്ങളെ ഇത് എങ്ങനെ 1 എന്ന് പറഞ്ഞു തന്നോന്ന് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന ഒരു കർവിന്റെ അകത്ത് 1 പറഞ്ഞു തരുന്നതിനെക്കാട്ടി എന്തുകൊണ്ട് എളുപ്പമാണ് അതിനെ റീഅറേഞ്ച് ചെയ്ത് ഇതുപോലെ ഒരു പെട്ടിയിലോട്ട് എക്സാക്ട് സെയിം ഏരിയയെ റീഅറേഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് മനസ്സിലായി? ജിയോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഇതാണ്. ഈ കാണുന്ന പാർട്ടിന്റെ ഏരിയ 1 ആണ്. ഓക്കെ, ഓൾറെഡി ഇതാണ് അതിന്റെ ജിയോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ. ln ഓഫ് ഇ ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായേ? എന്നാ അതിന്റെ നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള എന്താ?
ഒരു ln ഓഫ് ഇ ഈക്വൽ ടു 1 എന്ന് കണ്ടാൽ ഈ കിട്ടാൻ വേണ്ടി ഞാൻ എന്തെടുക്കും, ലെഫ്റ്റിലും റൈറ്റിലും എക്സ്പോണന്റ് എടുക്കും. ഓക്കെ, അപ്പൊ എന്തെടുക്കും, ഇ എക്സ് പി ഓഫ് ln ഓഫ് ഇ ഈക്വൽ ടു ഇ എക്സ് പി ഓഫ് 1 എന്ന് എടുക്കും. ഇ എക്സ് പി ഓഫ് ln ഓഫ് ഇ എന്താ, ഇ തന്നെ. സോ ഇ ഈക്വൽ ടു ഇ എക്സ് പി ഓഫ് 1 എന്ന് കിട്ടും. ഞാൻ ചോദിക്കുക, എന്താണ് ഇ എക്സ് പി? ഇ എക്സ് പി ഇസ് ബേസിക്കലി നത്തിങ് ബട്ട് ഒരു സിമ്പിൾ സാധനമാണ്. അതായത് എന്റെ എൻഡിങ് പോയിന്റ് എന്തായിരിക്കണം എനിക്ക് ഏരിയ 1 കിട്ടാൻ. മനസ്സിലായോ? അതായത് നമ്മൾ ഈ ln ഓഫ് ഇ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന ഏരിയ അണ്ടർ ദ കർവ് അപ് ടു ഇ എന്ന് പറയുന്ന പോയിന്റ് വരേക്കും, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് 1 തൊട്ട് ഇ വരേക്കും എന്റെ ഏരിയ 1 ആണ്. ഓക്കെ, അതാണല്ലോ ഈ കാണുന്നത്. ഇ എക്സ് പി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെ ഇ എക്സ് പി വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെ ഇ എക്സ് പി ഈക്വൽ ടു ഇ എക്സ് പി ഓഫ് 1 എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ എൻഡിങ് പോയിന്റ് എന്തായിരിക്കണം എനിക്ക് ഏരിയ 1 കിട്ടാൻ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ വിഷ്വലി നോക്കാം. അതായത് എന്റെ ഈ എൻഡിങ് പോയിന്റ് എന്ത് വാല്യൂ ആയിരിക്കണം എനിക്ക് 1 എന്ന് പറഞ്ഞൊരു ഏരിയ കിട്ടാൻ. ഇവിടെ എന്റെ എൻഡിങ് പോയിന്റ്, ഇവിടെ ഈ കാണുന്ന ഏരിയ എന്താ, 1 അല്ലേ? ഈ 1 എന്ന ഏരിയ കിട്ടാൻ എന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആരാ, എ ഈക്വൽ ടു 1. നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. എൻഡിങ് പോയിന്റ് ആരാ, ഇ. ഇതാണ് ബേസിക്കലി എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, ഈ കേസിൽ, ഓക്കെ, ഈ കേസിന്റെ കാര്യം ഞാൻ പറയുന്നത്, ഇ ഈക്വൽ ടു ഇ എക്സ് പി ഓഫ് 1 എന്ന് പറയുന്നതിന്റെ ആക്ച്വൽ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഇ എക്സ് പി ഓഫ് 1 എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ആക്ച്വൽ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ എൻഡിങ് പോയിന്റ് എന്തായിരിക്കണം എനിക്ക് ഏരിയ അണ്ടർ ദ കർവ് 1 കിട്ടാൻ. മനസ്സിലായ? അതായത് എക്സാക്ട് റിവേഴ്സ്. ഓക്കെ, അതായത് ln ഓഫ് ഇ ഈക്വൽ ടു 1 എന്നതിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ, 1 തൊട്ട് ഇ വരെ എത്തുമ്പോൾ എന്റെ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറയുന്നത് 1 ആയിരിക്കും എന്ന്. ഓക്കെ, അതാണ് ln ഓഫ് ഇ പറയുന്നത്. ഇ എക്സ് പി ഓഫ് 1 എന്താ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്റെ എൻഡിങ് പോയിന്റ് എന്തായിരിക്കണം എനിക്ക് ഏരിയ അണ്ടർ ദ കർവ് 1 കിട്ടാൻ. ഓക്കെ, ln ഓഫ് ഇ പറയുന്നത് ഇ വരെ എത്തുമ്പോൾ, 1 തൊട്ട് ഇ വരെ എത്തുമ്പോൾ എന്റെ ഏരിയ അണ്ടർ ദ കർവ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഇ എക്സ് പി ഓഫ് 1 പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ എൻഡിങ് പോയിന്റ് എന്തായിരിക്കണം എനിക്ക് 1 എന്ന് പറയുന്ന ഏരിയ കിട്ടാൻ. ഇതാണ് ബേസിക് സംഭവം. മനസ്സിലായ? ഇത്രയേ ഉള്ളു സാധനം. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി അറിയാം ln ഓഫ് ഇ ഈക്വൽ ടു 1. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. നമുക്ക് വേറൊരു പ്രോപ്പർട്ടി അറിയാം, ln ഓഫ് എ റേസ് ടു എൻ ഈക്വൽ ടു എൻ ഇൻറ്റു ln ഓഫ് എ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടും ഇവിടെ അപ്ലൈ ചെയ്യാം. ഉണ്ട് ln ഓഫ് ഇ റേസ് ടു 1 ഈക്വൽ ടു 1 ഓൾറെഡി നമുക്കറിയാമല്ലോ. കാരണം ln ഓഫ് ഇ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ln ഓഫ് ഇ. ln ഓഫ് ഇ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ ഈ 2 എടുത്ത് വെളിയിട്ടിട്ട് ln ഓഫ് ഇ എടുക്കുക, 2 കിട്ടും. ln ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 എടുത്ത് വെളിയിട്ടിട്ട് ln ഓഫ് ഇ, അപ്പൊ 3 കിട്ടും. ഇതേ കേസ് തന്നെ 4, ഇതേ കേസ് തന്നെ 5. ഓക്കെ, താഴോട്ട് പോയാൽ 6, 7, 8, 9, 10. ഓക്കെ, ഇത്രയും സെയിം സാധനം തന്നെ. ഓക്കെ, പക്ഷെ ഇനി ഞാൻ ഇതിന്റെ സംഭവം ഇൻവേഴ്സ് കാണിക്കാൻ പോവാം. ഇപ്പൊ നമ്മുടെ തിയറി വെച്ച് പറഞ്ഞിരുന്നല്ലേ ഉള്ളു. ജസ്റ്റ് വാല്യൂസ് ഇട്ട് കാണിച്ചു തരാം. ln ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ln ഓഫ് 2.718 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1 ആണ്. ഇനി അതിനെ തിരിച്ചു വയ്ക്കുക. എനിക്ക് 1 എന്ന് പറഞ്ഞ ഏരിയ കിട്ടണമെങ്കിൽ എന്റെ എൻഡിങ് പോയിന്റ് എന്തായിരിക്കണം, 2.718. എനിക്ക് 2 എന്ന് പറഞ്ഞ ഏരിയ കിട്ടണമെങ്കിൽ എന്റെ എൻഡിങ് പോയിന്റ് എന്തായിരിക്കണം, 7.389. അതെന്താ, ഇ റേസ് ടു 2. ഓക്കെ, അതായത് ഞാൻ 7.389 നമ്മുടെ വിഷ്വൽ എടുത്താൽ തന്നെ ഇവിടം വരെയൊക്കെ നമ്മളിപ്പം ഈക്വൽ ടു 1.71 വരെ എല്ലാം വന്നുണ്ട്. ഇത് അങ്ങനെ പോയി ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഏരിയ എന്ന് പറയുന്നത് 2 ആവും. ഓക്കെ, ആ പോയിന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ആ പോയിന്റ് ആണ് 7.389. അതുപോലെ എൻ്റെ ഏരിയ 3 ആവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ എൻ്റെ എൻഡിങ് പോയിന്റ് 20.086 എൻ്റെ ഏരിയ 4 എപ്പോഴാണ് എനിക്ക് ഏരിയ 4 കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അത് 54.598 അതുപോലെ റെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ് 10 വരേക്കും. ഓക്കെ, ഈ ഒരു ഐഡിയ കിട്ടിയേ. ഇതാണ് ആക്ച്വലി ഇൻവേഴ്സ്. ഓക്കെ, ആൻഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഇൻവേഴ്സ് പോലെ ഇവർ ആക്ട് ചെയ്യുന്നത്. ഇൻഫാക്ട് നിങ്ങൾ ഇവരുടെ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇ റേസ് ടു എക്സിന്റെ ഗ്രാഫ്. ഓക്കെ, ഇതാണ് ln ഓഫ് എക്സിന്റെ ഗ്രാഫ്. രണ്ടും കണ്ടോ, ഇൻവേഴ്സാ. ഒന്ന് ഇങ്ങോട്ട്, അതായത് എക്സാക്ട്ലി ഇൻവേർട്ടഡ് ആയിട്ടിരിക്കുന്ന ഗ്രാഫുകളാണ് രണ്ടും. കണ്ടില്ലേ? ഓക്കെ, ഇതാണ് ബേസ് മീൻ. എനിക്ക് നിങ്ങൾക്ക്
മീനിങ് വിഷ്വലി നിങ്ങളുടെ തലയ്ക്കകത്ത് രജിസ്റ്റർ ആവണം, ലോജിക്കലി നിങ്ങൾക്ക് ഐഡിയ കത്തണം, അത്രേ ഉള്ളൂ. ഓക്കെ, കത്തി കാണും എന്നൊരു സംതൃപ്തിയോടെ ഞാൻ പോവുകയാണ്. ഓക്കെ, ഇത് ബേസിക്കലി ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഈ എക്സ്പോണൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇ ആണ് ആക്ച്വലി. ഓക്കെ, നമ്മുടെ ഇ തന്നെയാണ്. അതായത് ഇ റേസ് ടു 1 എന്ന് പറയുന്ന ഇ ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ ബേസിക്കലി ഇ ഓഫ് 1 അല്ല, ഇ എക്സ് പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ 2.718 ആണ്. ഈ 2.718 എന്താ ഇ റേസ് ടു 1 തന്നെ. സോ ഇ എക്സ് പി ഓഫ് 1 എന്ന് പറയുന്നത് ആക്ച്വലി ഇ റേസ് ടു 1 തന്നെ. ഇ എക്സ് പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ കിട്ടിയത് 7.389 അല്ലേ. 7.389 എന്ന് പറഞ്ഞാൽ എന്താ ഇ റേസ് ടു 2. ഇ എക്സ് പി ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താ 20.086 അല്ലേ. 20.086 എന്ന് പറഞ്ഞാൽ എന്താ ഇ റേസ് ടു 3. സോ ഇ എക്സ് പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇ എന്നാണ്. ഇ എക്സ് പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇ റേസ് ടു 2. ഇ എക്സ് പി ഓഫ് 3 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇ റേസ് ടു 3. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് സംഭവം, ഒരു ഐഡിയ കിട്ടിക്കാണുമല്ല. ഓക്കെ, ഇനി ഇതിന്റെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനം ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പിന്നെ പറയാം. തൽക്കാലം ഇപ്പോഴത്തേക്ക് ഇത്രയും മതി. ഓക്കെ, സോ ഫാർ വി ഹാഡ് കവേർഡ് ഗുഡ് ഇനഫ്. ഓക്കെ, ഡൺ. സെറ്റ്.